നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വേണ്ടി PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും PDF കിട്ടിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീക്കിലെ PDF. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ PDF ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക. അതിൽ ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ക്ലാസ്സിനിടയ്ക്ക് ചോദിക്കാം. ഏതൊരു അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് സെഷൻ വഴി ചോദിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? എല്ലാവർക്കും സ്ക്രീൻ ക്ലിയർ ആണോ? ക്യൂബിറ്റ് വീക്കിലി കറണ്ട് അഫയേഴ്സിന്റെ സ്ക്രീൻ കാണാം. ഇല്ലാത്ത സമയത്ത് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. സംശയമുള്ളപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ഓക്കെ, സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. 25 ടോപ്പിക്കാണ് കഴിഞ്ഞ ആഴ്ചത്തെ. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടോപ്പിക്, ആയുർവേദ ഗ്യാൻ നൈപുണ്യത ഇനിഷ്യേറ്റീവ്, അഗ്നി ഇനിഷ്യേറ്റീവ് തുടങ്ങി ബ്രോ ആൻഡ്ലേർഡ് ഡിയർ, മണിപ്പൂരിൽ മാത്രം കണ്ടുവരുന്ന സാങ്ഹായ് ഡിയർ ആണ്. അങ്ങനെ തുടങ്ങി ഏകദേശം എല്ലാ ഏരിയസും കവർ ചെയ്യുന്ന, പോളിറ്റി, എൻവയോൺമെന്റ്, എക്കണോമി തുടങ്ങി എല്ലാ ഏരിയസും കവർ ചെയ്യുന്ന ഒരു കമ്പൈലേഷൻ ആണിത്. അപ്പോൾ കമ്പൈലേഷൻ വായിക്കാൻ ശ്രമിക്കുക. വായിച്ചിട്ട് നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ്, എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. ന്യൂസിൽ വരാൻ കാരണം ബീഹാർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നിതീഷ് കുമാർ, ജനതാദൾ യുണൈറ്റഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നിതീഷ് കുമാർ പാസ്ഡ് എ റെസൊല്യൂഷൻ ഇൻ ദ ക്യാബിനറ്റ്, ബീഹാർ ക്യാബിനറ്റ് ആണ്, സീക്കിംഗ് ഗ്രാന്റ് ഓഫ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ടു ബീഹാർ. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ അടുത്ത് നടന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിൽ അദ്ദേഹം NDAയിൽ നിന്നും അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷിയായിട്ട് അദ്ദേഹം വെളിയിൽ വന്നു. അപ്പോൾ അദ്ദേഹം അതുപോലെ RJD പാർട്ടി തുടങ്ങിയവരെ കൂടിയാണ് ഇപ്പോൾ ബീഹാറിൽ ഒരു റൂളിംഗ് കോയലിഷൻ ഉള്ളത്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് അറിയണം, അതിനെന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ, അത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്താണ്? ആ പേര് പറയുന്ന പോലെ എല്ലാ സ്റ്റേറ്റിനും ഇല്ല, ചില സ്പെഷ്യൽ കേസസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുള്ള കാരണം സ്റ്റേറ്റ് ഏതൊരു അതിന്റെ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, അതായത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റൽ ചലഞ്ചസ് കാരണം ചില സ്റ്റേറ്റിന് സെന്റർ, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആ ഒരു എക്സ്ട്രാ അസിസ്റ്റൻസ് ആണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത് ആദ്യം റെക്കമെൻഡ് ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടതും 1969 ഇത് റെക്കമെൻഡ് ചെയ്ത ഫിനാൻസ് കമ്മീഷൻ ചോദിക്കാം, ദ 5th ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനാൻസ് കമ്മീഷൻസ് റെക്കമെൻഡഡ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് ചോദിക്കാം. ദ 5th ഫിനാൻസ് കമ്മീഷൻ 1969. ഇത് റെക്കമെൻഡ് ചെയ്തത് ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ്. ആ ഫോർമുലയുടെ പേരാണ് ഗാഡ്ഗിൽ ഫോർമുല. ഓക്കെ, ഗാഡ്ഗിൽ ഫോർമുല. ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി, ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു, പ്ലാനിംഗ് കമ്മീഷനിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു ഫോർമുല പ്രകാരമാണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട്, ചില പാരാമീറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റുകൾക്ക് മാത്രമേ ഈ സഹായം കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിൽ ഒന്നാണ് ഹില്ലി ടെറൈൻ. അതായത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ നമ്മുടെ നോർത്ത് ഈസ്റ്റ് പോലെ അല്ലെങ്കിൽ നോർത്തിലെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടെറൈൻ. 2, ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓർ ലോ സൈസബിൾ ഷെയർ ഓഫ് അല്ലെങ്കിൽ സൈസബിൾ ഷെയർ ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ. സൈസബിൾ ഷെയർ ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകൾ എടുക്കാം, അല്ലെങ്കിൽ ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അരുണാചൽ പ്രദേശ് പോലുള്ള സ്റ്റേറ്റുകൾ എടുക്കാം. അപ്പോൾ ഓവറോൾ ഡെവലപ്മെന്റ് അവിടെ കുറവാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ടാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. 3, സ്ട്രാറ്റജിക് ലൊക്കേഷൻ എല്ലാം ബോർഡേഴ്സ് വിത്ത് നെയ്ബറിംഗ് കൺട്രീസ്. ഒരു ഉദാഹരണത്തിന് ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ്, ഇവരൊക്കെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നവരാണ്. അപ്പൊ ചില ഏരിയാസിൽ അവർക്ക് എക്സ്ട്രാ ഡെവലപ്മെന്റ് വേണ്ടി വരും. ഇപ്പോൾ ബോർഡറിംഗ് ഏരിയാസിൽ ഉള്ള റോഡ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു സ്റ്റേറ്റിന് മാത്രം പറ്റാത്ത കാര്യങ്ങളുണ്ട്. മാത്രമല്ല റെസ്ട്രിക്ഷൻസ് കൂടുതലായിരിക്കും സ്റ്റേറ്റിൽ. കാരണം ബോർഡറിംഗ് ഏരിയ ആകുമ്പോൾ തന്നെ മിലിറ്ററിയുടെ പ്രസൻസ് ഉണ്ടാവും, പല മൂവ്മെന്റും മറ്റു പല കാര്യങ്ങളും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. 4, എക്കണോമിക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക്വേർഡ്നെസ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, പെർ ക്യാപിറ്റ ഇൻകം പ്രകാരം മഹാരാഷ്ട്ര എവിടെ നിൽക്കുന്നു, അവിടെയല്ല ഛത്തീസ്ഗഡ് നിൽക്കുന്നത്, അവിടെയല്ല ജാർഖണ്ഡ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റിന്, എക്കണോമിക്കലി പോറായിട്ടുള്ള സ്റ്റേറ്റിനും ഒരു സപ്പോർട്ട് എന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. 5ാമത്തത് നോൺ വയബിൾ നേച്ചർ ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസ്. വേറൊന്നുമല്ല, ഉദ്ദേശിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഫിനാൻസസ് ആർ വെരി പുവർ. ഒരു പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്ത് സ്റ്റേറ്റ് ഫിനാൻസസ് വളരെ പുവർ ആണെങ്കിൽ, അതായത് അതിന്റെ ഈ പറയുന്ന നമ്മൾ 4ാമത് പറഞ്ഞ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആയിട്ട് ലിങ്ക് ചെയ്യാം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്
അവർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അത് സ്റ്റേറ്റിന് ഡിമാൻഡ് ചെയ്യാം. ഇപ്പൊ ബീഹാർ ത്രൂ റെസൊല്യൂഷൻ ഡിമാൻഡ് ചെയ്തപോലെ. പക്ഷെ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ ഏത് സ്റ്റേറ്റിനാണ് ആദ്യമായിട്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തതെന്ന് ചോദിക്കാം. ഇൻ 1969 നമ്മൾ പറഞ്ഞു ആസ് പെർ ദ ഗാഡ്ഗിൽ ഫോർമുല ജമ്മു ആൻഡ് കാശ്മീരിനാണ് ആദ്യമായിട്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തത്. അതേ വർഷം കൊടുത്ത മറ്റു 2 സ്റ്റേറ്റ്സ് ആണ് അസ്സാമും നാഗാലാൻഡും. അപ്പോൾ ആദ്യം കിട്ടിയ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ, അസം, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, അസം, നാഗാലാൻഡ്. ഓക്കെ, 2 നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റും ഒരു ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റും ജമ്മു ആൻഡ് കാശ്മീർ. അന്ന് സ്റ്റേറ്റ് ആയിരുന്നു, ഇന്ന് യൂണിയൻ ടെറിട്ടറിയാണ്. പിന്നീട് കാലക്രമേണ കുറെ സ്റ്റേറ്റുകൾക്ക് കൊടുത്തു, ഒരു 8ഓളം സ്റ്റേറ്റുകൾക്ക് കൊടുത്തു. അപ്പൊ ഇപ്പൊ ഏകദേശം 11 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ്. ഇവർക്കാണ് നിലവിലുള്ളത്. അതിൽ നിങ്ങൾ നോക്കിയറിയാം അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്. ഇപ്പൊ എല്ലാം ഏകദേശം ബോർഡർ സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഹില്ലി ടെറേറ്റ്സ് ആണ്. മെയിൻലാൻഡിലുള്ള ഇപ്പൊ നമ്മുടെ കേരളം ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ബീഹാർ ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് കൊടുക്കണം എന്നുള്ളത്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിനെ പലരും ഭരണഘടനയുടെ 21ാമത്തെ പാർട്ടിലുള്ള ടെമ്പററി അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസും ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതാണ് ആദ്യം അറിഞ്ഞിരിക്കുന്ന 1ാമത്തെ പോയിന്റ്. ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ എന്താണ് ഈ ഭരണഘടനയിൽ 21ാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ്? ചില പ്രത്യേക സ്റ്റേറ്റുകൾക്ക്, ആ സ്റ്റേറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, സ്പെഷ്യൽ കാറ്റഗറി കിട്ടുന്ന സ്റ്റേറ്റുകളുണ്ട്. ഉദാഹരണത്തിന് നാഗാലാൻഡ്, അസം ഉണ്ട്. അത് കിട്ടാത്ത സ്റ്റേറ്റുകളുണ്ട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക. അതായത് അവിടുത്തെ ചില റീജിയൻസ് അണ്ടർ ഡെവലപ്ഡ് ആയേക്കാം. ഒരു ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ സൗരാഷ്ട്ര എന്ന് പറയുന്ന ഭാഗം അണ്ടർ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ വിദർഭ എന്ന് പറയുന്ന ഭാഗം അണ്ടർ ഡെവലപ്ഡ് ആണ്. അപ്പൊ വിത്തിൻ സ്റ്റേറ്റ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നതൊക്കെയാണ് സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ട്, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആർട്ടിക്കിൾ 371D ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാന ഉണ്ടായപ്പോൾ 2 സ്റ്റേറ്റിനും കുറച്ച് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു. ആ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതാണ് 371D പറയുന്നത്. അപ്പൊ യൂഷ്വലി അവർ ഈ പ്രൊവിഷൻസ് ചോദിക്കാം. 371A is related to, B is related to, C is related to എന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ, എന്നിരുന്നാലും ഓർത്തിരിക്കാൻ നോക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വാർത്തയിൽ വന്നാണ് ആർട്ടിക്കിൾ 370. അത് പിന്നീട് റിപ്പീൽ ചെയ്തു, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യപ്പെട്ടു. കംപ്ലീറ്റ് ആയിട്ട് റിപ്പീൽ ചെയ്തിട്ടില്ല, കുറെ പോർഷൻസ് എഡിറ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം സ്റ്റേറ്റ് ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ എങ്ങനെയാണ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ആയതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ആർട്ടിക്കിൾ 370 റിലേറ്റഡ് ടു എന്ന് ചോദിച്ചിട്ടുണ്ട് പലതവണ. ടെമ്പററി പ്രൊവിഷൻ, സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ആരാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കണ്ടന്റ് ഓർത്തിരിക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ. 371A മുതൽ 371J വരെ അത് ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസും തമ്മിൽ റിലേഷൻ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 2 കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ് അഗ്നി ഇനീഷ്യേറ്റീവ്. അഗ്നിയുടെ ഫുൾ ഫോം ആയുർവേദ ഗ്യാൻ നൈപുണ്യത ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്താരാണ്? ദ ആയുർവേദ ഗ്യാൻ നൈപുണ്യത ഇനീഷ്യേറ്റീവ് വാസ് ലോഞ്ച് ബൈ CCRAS. Okay, CCRAS stands for Central Council for Research in Ayurveda Sciences. Central Council for Research in Ayurveda Sciences. ഈ CCRAS ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് നോക്കാം. ആയുർവേദം വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഏതാണ്? ആയുഷ് മിനിസ്ട്രിയുടെ കീഴിലാണ്. ആയുഷ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഇതും വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ആയുഷ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അതായത് അലോപ്പതി അല്ലാത്ത പല ട്രഡീഷണൽ മെഡിസിൻസ്. ആയുർവേദ ഒരു ട്രഡീഷണൽ മെഡിസിൻ ആണ്. സിദ്ധ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള ട്രഡീഷണൽ മെഡിസിൻ ആണ്. യുനാനി ഒരു പേർഷ്യൻ ഒറിജിൻ ഉള്ള ട്രഡീഷണൽ മെഡിസിൻ ആണ്. ഹോമിയോപ്പതി നമുക്കറിയാം ജർമ്മൻ ഒറിജിൻ ആണ്. അങ്ങനെ പല പല ട്രഡീഷണൽ മെഡിസിൻസിനെ ചേർത്തുകൊണ്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ആയുഷ്. അതിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ് സർബാനന്ദ സോനോവാൾ. യൂണിയൻ മിനിസ്റ്റർ ആണ് ആര്? സർബാനന്ദ സോനോവാൾ. അപ്പൊ ഈ CCRASന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ബോഡി ഫോർ എന്താണ് പർപ്പസ്? പ്രൊമോഷൻ ഓഫ് റിസർച്ച് ഓൺ സയന്റിഫിക് ലൈൻസ് ഇൻ ആയുർവേദ. അതായത് ആയുർവേദം എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് അപ്രോച്ച് ഫോർ മെഡിസിൻ അല്ല എന്ന് ഒരു ക്രിറ്റിസിസം വരുന്നുണ്ട്. അപ്പൊ ആ ക്രിറ്റിസിസം ഒഴിവാക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ബോഡിയാണ് ഏത്? സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ്. അവരുടെ ഇനീഷ്യേറ്റീവ് ആണ് ആയുർവേദ ഗ്യാൻ നൈപുണ്യത ഇനീഷ്യേറ്റീവ്. അതിന്റെ ഇന്റൻഷനും വേറൊന്നും അല്ല. എന്താണ്?
സയന്റിഫിക് വാലിഡേഷൻ ഇൻ ആയുർവേദ പ്രാക്ടീസസ്. ആയുർവേദത്തിൽ സയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഇനീഷ്യേറ്റീവിന്റെ ഉദ്ദേശം. അപ്പൊ ഇനീഷ്യേറ്റീവ് ആരാ കൊണ്ടുവന്ന് ഓർത്തിരിക്കുക, അതിന് മിനിസ്ട്രി ഓർത്തിരിക്കുക, അതിന്റെ യൂണിയൻ മിനിസ്റ്റർ ഓർത്തിരിക്കുക. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ഇന്ത്യ സെലിബ്രേറ്റ്സ് നാഷണൽ ആയുർവേദ ഡേ എവ്രി ഇയർ. ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ധന്വന്തരി ജയന്തി, ഫാദർ ഓഫ് ആയുർവേദ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗ്രേറ്റ് ഫിസിഷ്യൻ ആയിരുന്നു ധന്വന്തരി. ധന്വന്തരി ജയന്തി എന്നാണോ ആ ദിവസമാണ് 2016 മുതൽ നമ്മൾ നാഷണൽ ആയുർവേദ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 10-നാണ് 2023 ആയുർവേദ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ധന്വന്തരി ദിവസം മാറിക്കൊണ്ടിരിക്കുന്നതിനുണ്ട്. ഇംഗ്ലീഷ് കലണ്ടറിൽ ഏതാണോ ധന്വന്തരി ജയന്തിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസം, ആ ദിവസമായിരിക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2023 നവംബർ 10-നാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതിന്റെ തീം ചോദിക്കാം. തീം എന്താണ്? ആയുർവേദ ഫോർ എവ്രി വൺ ഓൺ എവ്രി ഡേ. ആയുർവേദ ഫോർ എവ്രി വൺ ഓൺ എവ്രി ഡേ, അതായത് ആയുർവേദത്തിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഈ തീമിന്റെ അല്ലെങ്കിൽ ഇത്തവണത്തെ ഡേയുടെ ഉദ്ദേശം. അപ്പൊ ധന്വന്തരി ആരാണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഗുപ്ത സാമ്രാജ്യം, ഗുപ്ത എംപയർ പഠിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട റൂളർ നമ്മൾ പഠിക്കും. നമ്മൾ ചന്ദ്രഗുപ്ത മണ്ണിനെ പഠിക്കും, സമുദ്രഗുപ്തയെ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന ആളാണ് ആര്? ചന്ദ്രഗുപ്ത ടു. ഈ ചന്ദ്രഗുപ്ത ടുവിന്റെ കോർട്ടില് ഓരോ ഫീൽഡിലെ എമിനന്റ് ആയിട്ടുള്ള ഓരോരുത്തർ വെച്ച് 9 പേരുണ്ടായിരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നവരത്നാസ്. അപ്പൊ ചന്ദ്രഗുപ്ത ടുവിന്റെ നവരത്നയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പേരും എന്ത് തന്നെയാണ്? ധന്വന്തരി എന്നാണ്. ധന്വന്തരി എന്ന ഫിസിഷ്യൻ ആരുടെ കോർട്ടിലെ ഫിസിഷ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ നവരത്ന എന്ന് പറയുന്നത് ആരുടെ കോർട്ടിലാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചന്ദ്രഗുപ്ത ടു ആണ്. ഇദ്ദേഹത്തിന് കൂടാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. വേതാളഭട്ട എന്ന പേരുള്ള ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ കാളിദാസൻ, ഫേമസ് ആയിട്ടുള്ള കാളിദാസൻ, ഹരിസേന, ശംഖു തുടങ്ങിയ ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന നവരത്നാസിലെ ഒരു മെമ്പറാണ്. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. കർമ്മയോഗി പ്രാരംഭ്. ലോഞ്ച് ചെയ്ത് 1 വർഷം മാർക്ക് ചെയ്തു എന്നായിരുന്നു കർമ്മയോഗി പ്രാരംഭിന്റെ വാർത്തയിൽ ഉണ്ടായിരുന്നത്. എന്താണ് കർമ്മയോഗി പ്രാരംഭം എന്ന് ആദ്യം പറഞ്ഞിരിക്കുക. ഇത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. എന്തിനുള്ള ഇനീഷ്യേറ്റീവ് ആണ് നമുക്ക് കാണാം. കർമ്മയോഗി പ്രാരംഭ് ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. ഈ മിനിസ്ട്രി അധികം വാർത്തയിൽ വരാത്ത ഒരു മിനിസ്ട്രിയാണ്, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ മിനിസ്ട്രി കംസ് ഡയറക്ട്ലി അണ്ടർ ദ പ്രൈം മിനിസ്റ്റർ. കേട്ടോ, പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് നമുക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഇതൊക്കെ പ്രൈം മിനിസ്റ്ററിന്റെ കീഴിലാണ്. അല്ലെ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ പ്രൈം മിനിസ്റ്റർ, ഇന്നത്തെ പ്രൈം മിനിസ്റ്ററായ ശ്രീ നരേന്ദ്രമോദി ഹോൾഡ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. അപ്പൊ അവര് ലോഞ്ച് ചെയ്ത ഇനീഷ്യേറ്റീവ് ആണ് കർമ്മയോഗി ഭാരത്. ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെ ലോഞ്ച് ചെയ്ത ഡേറ്റ് യൂഷ്വലി ചോദിക്കാറുണ്ട്. 22 നവംബർ 2022. ഓർത്തിരിക്കുക, ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. 22/11/22, 22 നവംബർ 2022. ആ ദിവസമാണ് കർമ്മയോഗി ഭാരത് ലോഞ്ച് ചെയ്തത്. ആ ഇനീഷ്യേറ്റീവിന് ഒരു സിഇഒ ഉണ്ട്. ആ സിഇഒയുടെ പേരാണ് ശ്രീ അഭിഷേക് സിംഗ്. ആ ഇനീഷ്യേറ്റീവിന്റെ സിഇഒയുടെ പേരാണ് ശ്രീ അഭിഷേക് സിംഗ്. അപ്പൊ എന്താണ് ആ പ്രോഗ്രാം? It includes a set of 8 courses curated to help all Rozgar Mela appointees get acclimatized to government policies. വേറൊന്നുമല്ല, ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ട ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ആണ് കർമ്മയോഗി പ്രാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ പർട്ടിക്കുലർലി സിവിൽ സർവീസ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർ കുറച്ച് വേഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ടു ക്രിയേറ്റ് എ കോമ്പീറ്റന്റ് സിവിൽ സർവീസ് റൂട്ട് ദി ഇന്ത്യൻ എത്തോസ്. അതായത് അവരുടെ വർക്ക് ജോലി ചെയ്യുന്ന, ഇപ്പൊ നിങ്ങൾ SSC എഴുതി നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ RRB, നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകുമ്പോൾ റോസ്ഗാർ മേള വഴി നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി നിങ്ങൾ കയറി. നിങ്ങൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് ഈസി ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കറപ്ഷൻ കുറയ്ക്കുന്ന ഇന്ത്യൻ വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിന്റെയും ഒടുവിൽ ഉദ്ദേശം ഇത്രേ ഉള്ളൂ: എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പബ്ലിക് സർവീസ് ഡെലിവറി. അതായത് നിങ്ങളൊരു ഗവൺമെന്റ് സർവന്റ് ആണ്, നിങ്ങളൊരു സിവിൽ സർവന്റ് ആണ്, നിങ്ങൾ ആ ജനങ്ങളെ എത്രത്തോളം വൃത്തിയായിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ട ട്രെയിനിങ് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണ് മിഷൻ കർമ്മയോഗി അല്ലെങ്കിൽ കർമ്മയോഗി ഭാരത്. അപ്പൊ അതിന്റെ 1 വർഷം സെലിബ്രേഷൻ 22 നവംബർ 2023 കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് വാർത്തയിൽ വന്നത്. ഓക്കെ, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സിവിൽ സർവീസ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഓക്കെ, അടുത്ത വാർത്ത, the 59th session of ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിംബർ കൗൺസിൽ. ഇന്ത്യ കൂടെ മെമ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിംബർ ഓർഗനൈസേഷൻ.
അതായത് ട്രോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് കാപ്രിക്കോണിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ട്രോപ്പിക്സ്. നമുക്ക് അതുകൂടെ നോക്കി കാണാം, നമ്മളത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിലെ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് എന്താണ് ഹാർഡ് വുഡ്, ഒരുപാട് ക്വാളിറ്റി തടികൾ, പല തരത്തിലുള്ള തടികൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ട്രോപ്പിക്കൽ ടിമ്പറിന്റെ വാല്യൂ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി, അതിന്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസിന് വേണ്ടി ഫോം ചെയ്ത ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ITTO, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിമ്പർ ഓർഗനൈസേഷൻ. ഇന്ത്യ അതിലൊരു മെമ്പറാണ്. അതിന്റെ 59th സെഷൻ, ദ ലേറ്റസ്റ്റ് സെഷൻ ഇപ്പൊ നവംബറിൽ നടന്നത് എവിടെയാണ്? തായ്ലൻഡിലെ പട്ടായയിലാണ്. തായ്ലൻഡ് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. അതിന്റെ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് പട്ടായ. അവിടെയാണ് ITTOയുടെ കൗൺസിൽ മീറ്റ് ചെയ്തത്. അപ്പൊ ഈ ITTO ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിമ്പർ ഓർഗനൈസേഷന്റെ ഗവേണിംഗ് ബോഡിയാണ് ഏത്? ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിമ്പർ കൗൺസിൽ. ഓക്കെ, അപ്പൊ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിൾ യൂസ് ഓഫ് ട്രോപ്പിക്കൽ ടിമ്പർ. കാട് ഒരുപാട് നശിപ്പിക്കാതെ, എന്നാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ട്രോപ്പിക്കൽ ടിമ്പർ കിട്ടുക എന്നാണ് ഉദ്ദേശം. ITTO എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1987 റിലേറ്റീവ്ലി ഒരു ന്യൂ ബോഡിയാണ്. യുണൈറ്റഡ് നേഷൻസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയോ ഒന്നുമല്ല. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓർത്തിരിക്കുക. നിങ്ങൾ യോക്കോഹാമ ടയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതേ യോക്കോഹാമയാണ്. യോക്കോഹാമ ഇൻ ജപ്പാൻ. ITTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് യോക്കോഹാമ ഇൻ ജപ്പാൻ. ഈ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താ? ഇന്ത്യ ഉൾപ്പെട്ട ഇന്ത്യ കൂടെ ഒരു മെമ്പർ ആയിട്ടുള്ള ഈ ഓർഗനൈസേഷന്റെ പ്രത്യേകത, ഇറ്റ് മാനേജസ് അബൌട്ട് 80% ഓഫ് ദ വേൾഡ്സ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ 90% ഓഫ് ദ ഗ്ലോബൽ ട്രോപ്പിക്കൽ ടിമ്പർ ട്രേഡ്. അതായത് ഏകദേശം ഒരു മൊണോപ്പൊളി ഇവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മെമ്പർ ആയിരിക്കുക എന്നുള്ളത് ഏതൊരു ട്രോപ്പിക്കൽ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ടിമ്പർ പ്രൊഡക്ഷനിലെ ഏതൊരു രാജ്യത്തിന്റെയും ആവശ്യമാണ്, ITTOയുടെ മെമ്പർ ആവുക എന്നുള്ളത്. അപ്പോൾ അതിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു. എന്താണ് ITTO? അതിന്റെ 59th സെഷൻ എവിടെയായിരുന്നു? പട്ടായ, തായ്ലൻഡ് എന്ന് പഠിച്ചു. അങ്ങനെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് യോക്കോഹാമ, ജപ്പാൻ. ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ്. സ്റ്റാറ്റിക് പാർട്ട് ജോഗ്രഫിയിലേക്കാണ് പോകുന്നത്. എന്താണ് ട്രോപ്പിക്സ്? ട്രോപ്പിക്സ് ആർ ദ റീജിയൻസ് ഓഫ് എർത്ത് ദാറ്റ് ലൈ റഫ്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ ഗ്ലോബ്. നമുക്കറിയാം റഫ്ലി ഈ ഭാഗത്തിനെയാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ രണ്ട് ലൈൻസിന് ഇടയിലുള്ള ഭാഗമാണ്? ഒന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന്, അതായത് 0° ലാറ്റിറ്റ്യൂഡിൽ നിന്ന് 23.5 ഡിഗ്രി നോർത്തിലേക്ക് പോകുമ്പോഴാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. മലയാളത്തിൽ ഉത്തരായന രേഖ എന്ന് പറയും. ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഇതേ ഇക്വേറ്ററിൽ നിന്ന് 0° ലാറ്റിറ്റ്യൂഡിൽ നിന്ന് 23.5 സൗത്തിലേക്ക് വരും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. എന്താണ്? ദക്ഷിണായന രേഖ. ഓക്കെ, അത് കൂടാതെ ഈ ഒരു ഗ്ലോബിലുള്ള വേറെ രണ്ട് പ്രത്യേകിച്ച് ലൈനും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും. ആർട്ടിക് സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുകളിലേക്കാണ് ആർട്ടിക് ഉള്ളത്, താഴെയാണ് അന്റാർട്ടിക് ഉള്ളത്, നമുക്കറിയാം. അതുകൊണ്ട് നോർത്തിലേക്കായിരിക്കും ആർട്ടിക് സർക്കിൾ, താഴത്തേക്കായിരിക്കും അന്റാർട്ടിക് സർക്കിൾ. അതിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ല. ഈ 0° ലാറ്റിറ്റ്യൂഡിൽ നിന്നും 66.5 ഡിഗ്രി നോർത്തിലേക്ക് പോകുമ്പോൾ ആർട്ടിക് സർക്കിളും 66.5 ഡിഗ്രി സൗത്തിലേക്ക് പോകുമ്പോൾ അന്റാർട്ടിക് സർക്കിളുമാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ 23.5 നോർത്ത് സൗത്ത് ആണ്. ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾ 66.5 നോർത്ത് ആൻഡ് സൗത്ത് ആണ്. ഓക്കെ, അപ്പൊ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും കാപ്രിക്കോണിനും ഇടയിലുള്ള ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയനെയാണ് ട്രോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. ട്രോപ്പിക്സ് അത്യാവശ്യം ത്രൂ ഔട്ട് ദി ഇയർ വാം ആയിരിക്കും. കാര്യം നമുക്കറിയാം സണ്ണിന്റെ ആ ഒരു പ്രസൻസ് നമുക്കറിയാം. സൺ ഇങ്ങനെയുള്ള മൂവ്മെന്റിൽ ഏകദേശം ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് കണ്ടീഷൻ വാം ആയിരിക്കും. ആവറേജിങ് ടെമ്പറേച്ചർ ഓഫ് 25 to 28 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ സണ്ണായിട്ട് ഇത്രയും എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ ഈ സൗത്തിലേക്ക്, എക്സ്ട്രീം നോർത്തിലുള്ളത് പോലെ വിന്റർ അല്ലെങ്കിൽ സമ്മർ, വിന്റർ എന്നൊക്കെ പറയുന്ന പോലെ കുറെ സീസൺസ് ഉണ്ടല്ലോ. ആ സീസൺസ് ഇവിടെ ഇല്ല. ഇവിടെ ആകെ 2 സീസൺ യൂഷ്വലി ഉള്ളൂ. എന്താണ്? വെറ്റ് സീസൺ അല്ലെങ്കിൽ ഡ്രൈ സീസൺ. അല്ലാതെ ഈ പറയുന്ന പോലെ ഇല പൊഴിയുന്ന ഒരു ശിശിരവും അങ്ങനെ വസന്തകാലം അങ്ങനെ പറയുന്ന കുറെ സീസൺസ് ഇവിടെ അവൈലബിൾ അല്ല. കാരണം സൺ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ട്. അതുകൊണ്ട് ഏതർ മഴയായിരിക്കും അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കാം. ഓക്കെ, അതാണ് ട്രോപ്പിക്സ്. ക്ലിയർ ആയിരുന്നു കരുതുന്നു. അടുത്തത് ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ് ആണ്. അത്ര ഫേമസ് അല്ല, വാർത്തയിൽ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള സുബ്രഹ്മണ്യം ജയശങ്കർ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യാസ് എൻഗേജ്മെന്റ് വിത്ത് ദ നോർഡിക് ബാൾട്ടിക് 8 countries ഹാവ് സിഗ്നിഫിക്കന്റ്ലി സ്ട്രെങ്തൻഡ് ഇൻ ദ റീസെന്റ് ഇയേഴ്സ്. അതായത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നോർഡിക് ബാൾട്ടിക് 8 എന്ന് പറയുന്ന 8 രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ നോർഡിക് ബാൾട്ടിക് 8 എന്ന് പറയുന്നത് കുറച്ച് നോർഡിക് രാജ്യങ്ങളും കുറച്ച് ബാൾട്ടിക് രാജ്യങ്ങളും ചേർന്നിട്ടുള്ളതാണ്. എന്താണ് നോർഡിക് രാജ്യങ്ങൾ? നോർഡിക് രാജ്യങ്ങൾ നോക്കിയാൽ നമുക്ക് അറിയാം എന്താണ്. നോർവേ,
സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക്. ഇതിനാണ് നോർഡിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നോർഡിക് എന്ന് പറയുന്ന റീജിയൻ എന്താണ്? നോർത്തേൺ യൂറോപ്പിലും നോർത്തേൺ അറ്റ്ലാന്റിക്കിലും ഉള്ളതാ ഈ ഭാഗത്തിനെയാണ്, ഈ 4 രാജ്യങ്ങളെയാണ് നമ്മൾ നോർഡിക് രാജ്യങ്ങൾ എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് ബാൾട്ടിക് രാജ്യങ്ങൾ? ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ബാൾട്ടിക് സീ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബാൾട്ടിക് സീനെ ചുറ്റിപ്പറ്റിയുള്ള ഈ രാജ്യങ്ങളെയാണ് നമ്മൾ ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് പ്രധാനമായിട്ടും എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. നോർഡിക് രാജ്യങ്ങളിൽ ഐസ്ലാൻഡും കൂടെ പെടുമ്പോൾ ഇത്രയും 4, 3, 7, 1, 8 ഈ 8 രാജ്യങ്ങളെയാണ് നമ്മൾ നോർഡിക് ബാൾട്ടിക് 8 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കണം, അതില് ഈ പറയുന്ന അയർലൻഡോ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡമോ അല്ലെങ്കിൽ യൂറോപ്പിലെ മേജർ ആയിട്ടുള്ള ഫ്രാൻസോ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ജർമ്മനി ഇവരൊന്നും തന്നെ ഇല്ല. നോർഡിക് ബാൾട്ടിക് 8-ലുള്ളത് നോർഡിക് റീജിയനിലുള്ള ഈ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളും പിന്നെ ബാൾട്ടിക്കിൽപ്പെട്ട ഈ 3 രാജ്യങ്ങളുമാണ്. ഈ 8 രാജ്യങ്ങളുടെ ക്യാപിറ്റൽ അറിഞ്ഞിരിക്കുക. എസ്റ്റോണിയ. എസ്റ്റോണിയ ഇവിടെയാണ്. എസ്റ്റോണിയയുടെ ക്യാപിറ്റലാണ് ടാലിൻ. തൊട്ട് താഴെയാണ് ലാത്വിയ. നിങ്ങൾ നോക്കണം, ഇതിനൊക്കെ റഷ്യയായിട്ട് ബോർഡർ ഉണ്ട്. അപ്പൊ ഈ അടുത്ത് റഷ്യ യുക്രൈൻ പ്രശ്നം പോകുന്നതുകൊണ്ട് തന്നെ റഷ്യയായിട്ട് ബോർഡറുള്ള രാജ്യങ്ങളെ അറിഞ്ഞിരിക്കണം. ഇതിൽ ആരൊക്കെയാണ് നാറ്റോയുടെ മെമ്പർ ആയിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. ഈ അടുത്ത് ഫിൻലൻഡ് നാറ്റോയുടെ മെമ്പറായി, അതൊക്കെ വാർത്തയിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ലാത്വിയയുടെ ക്യാപിറ്റലാണ് റിഗ. തൊട്ട് താഴെയുള്ള രാജ്യമാണ് ഇത് ലിത്വാനിയ. ലിത്വാനിയയുടെ ക്യാപിറ്റലാണ് വിൽനിയസ്. ടാലിൻ, റിഗ, വിൽനിയസ്. ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് ഡെൻമാർക്ക് ഉള്ളത്. ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ ഏതാണ്? കോപ്പൻഹാഗൻ. ഈ ഡെൻമാർക്കിന്റെ ഭാഗമാണ് ലോകത്തെ ഏറ്റവും വലിയ ഐലൻഡ് എന്നറിയപ്പെടുന്ന ഗ്രീൻലൻഡ്. അതുപോലെ കുറച്ച് താഴെ മാറി കാണുന്ന ഫറോ ഐലൻഡ്സ്, ഇതൊക്കെ ഡെൻമാർക്കിന്റെ ഭാഗമാണ് കേട്ടോ. ഗ്രീൻലൻഡ് ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളാണ്? ഡെൻമാർക്ക്. പിന്നീട് ഒരുമാതിരിപ്പെട്ട ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെല്ലാം മുകളിൽ നിൽക്കുന്ന 3 രാജ്യങ്ങളാണ് ഈ പറയുന്ന നോർഡിക് രാജ്യങ്ങൾ. ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ. ഫിൻലൻഡിന്റെ ക്യാപിറ്റൽ ഹെൽസിങ്കി. ഐസ്ലൻഡിന്റെ ക്യാപിറ്റൽ റെയ്ക്ജവിക്. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ. സ്വീഡന്റെ ക്യാപിറ്റൽ സ്റ്റോക്ക്ഹോം. ഇത്രയും അറിഞ്ഞിരിക്കുക. ബാൾട്ടിക് സീ ഈ അടുത്ത് വേറൊരു കാരണം കൊണ്ട് വാർത്തയിൽ ഉണ്ടായിരുന്നു. ഇത് നമുക്കറിയാം അറ്റ്ലാന്റിക് ഓഷൻ ആണ്. പ്രത്യേകിച്ച് നോർത്തേൺ അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഈ റഷ്യയിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഈ ബാൾട്ടിക് ലൈൻ വഴിയായിരുന്നു. അതിന്റെ പേര് നോർഡിക് സ്ട്രീം എന്നായിരുന്നു. നോർഡിക് സ്ട്രീം അല്ലെങ്കിൽ നോർഡിക് പൈപ്പ് ലൈൻ. അപ്പൊ ആ പൈപ്പ് ലൈൻ റഷ്യ യുക്രൈൻ സമയത്ത് കുറച്ചു കാലത്തേക്ക് യൂറോപ്പ് വേണ്ട എന്ന് വെച്ചു, ഗ്യാസ് വേണ്ട എന്ന് വെച്ചു എന്നൊക്കെ ഇനീഷ്യലി ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതും വാർത്തയിലുണ്ടായിരുന്നു, ഓർത്തിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഡിസ്കവറിയാണ്. ഏത് എലമെന്റിന്റെ ഡിസ്കവറിയാണ്? നമ്മൾ വനേഡിയത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ? വനേഡിയം ഡിസ്കവേർഡ് ഇൻ ഗൾഫ് ഓഫ് കാമ്പത്ത്, ഗുജറാത്ത് നമ്മൾ പറഞ്ഞു. പറയാം. കിട്ടില്ല. റഷ്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ആണ് നോർഡിക് സ്ട്രീം ത്രൂ അണ്ടർ ബാൾട്ടിക് സീ. കേട്ടോ? അണ്ടർ ബാൾട്ടിക് സീ. ഓക്കെ, അപ്പൊ നമ്മൾ വനേഡിയം ഗുജറാത്തിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. മെയില് ലിഥിയം കണ്ടുപിടിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരില്, ക്ഷമിക്കണം, മെയില് കണ്ടുപിടിച്ച രാജസ്ഥാനിലാണ്. ഇനീഷ്യലി ലിഥിയം ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ച ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷം മുമ്പ്, 1999. അപ്പൊ അടുത്തൊരു ഡിസ്കവറിയാണ് ടണ്ടാലം. വെരി ഇമ്പോർട്ടന്റ്. ടണ്ടാലം IIT റോപ്പാർ എന്ന് പറയുന്ന പഞ്ചാബിലുള്ള ഒരു IIT ആണ്. അവര് പഞ്ചാബിലെ സത്ലജ് റിവറിന്റെ തീരത്ത് ടണ്ടാലത്തിന്റെ പ്രസൻസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഓരോരോ പുതിയ മിനറൽസ് എന്നല്ല, എലമെന്റ്സ് എന്നല്ല, ഇത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എലമെന്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ അതിന്റെ ഡിസ്കവറി ആദ്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് ടണ്ടാലം ഡെപ്പോസിറ്റ്സ് ഒന്നുമില്ല. അപ്പൊ അറിഞ്ഞിരിക്കുക, ടണ്ടാലത്തിന്റെ അറ്റോമിക് നമ്പർ 73. വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ സ്റ്റേറ്റ് എന്താണ്? മെറ്റൽ ആണ്. അതിന്റെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാട്ട് മേക്സ് ടണ്ടാലം സോ യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്. അതാണ് ടണ്ടാലത്തിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി. ഓക്കെ, അടുത്ത കാര്യം, അത് ഡക്റ്റൈൽ ആണ്. ഡക്റ്റൈൽ എന്ന് വെച്ചാൽ നമുക്ക് എന്താ, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, പുൾ ചെയ്യാൻ പറ്റും, നമുക്ക് വലിച്ചു നീട്ടി ഒരു തിൻ വയറാക്കാൻ പറ്റും. അപ്പോൾ അത് വേറൊരു പ്രോപ്പർട്ടിയാണ്. ഒരു മെറ്റലാണ്,
നമുക്ക് അതിന്റെ ഡക്ടിലിറ്റി മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേരുമ്പോഴത്തേക്കും അതിന് കുറെ യൂസസ് ഉണ്ട്. ഓക്കെ, അടുത്തൊരു പോയിന്റ്, ഒരു മെറ്റലിന്റെ അതിന്റെ വേറൊരു സവിശേഷതയാണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, എപ്പോ ഉരുകുക എന്നുള്ളത്. ഇറ്റ് ഹാസ് ആൻ എക്സ്ട്രീംലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ടങ്സ്റ്റനേക്കാളും അല്ലെങ്കിൽ റീനിയത്തിനേക്കാളും കുറച്ച് താഴെ മാത്രം നിൽക്കുന്ന എക്സ്ട്രീംലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ നിങ്ങൾ നോക്കുക, വെരി ഗുഡ് ഡക്ടിലിറ്റി, എക്സ്ട്രീംലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്, എക്സ്ട്രീംലി ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്. ഈ മൂന്നെണ്ണം കാരണം അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സെക്ടറിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണില്, ലാപ്ടോപ്പില്, ഡിജിറ്റൽ ക്യാമറാസിലൊക്കെ, പ്രത്യേകിച്ച് കപ്പാസിറ്റേഴ്സ്, എനർജി സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ്, അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ടണ്ടാലം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി തന്നെയാണ്. മേജർ പ്രൊഡ്യൂസേഴ്സിനെ നോക്കാം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, വെരി ഇമ്പോർട്ടന്റ്ലി ആഫ്രിക്കയിലുള്ള വൺ ഓഫ് ദ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ്. അതാണ് അതിന്റെ ഒരു ഐറണി. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, പക്ഷെ ഡെവലപ്മെന്റ് വൈസ് വളരെ പുറകോട്ടാണ്. കൊളംബിയ, അർവാണ്ട, ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന, കുറെ രാജ്യങ്ങളുണ്ട്. ഇന്ത്യ ഇല്ല. ഇന്ത്യ ഒരു മേജർ എക്സ്പോർട്ടറോ അല്ലെങ്കിൽ മേജർ ഡെപ്പോസിറ്റോ ഒന്നും ഇന്ത്യയിൽ ഇല്ല. അപ്പൊ ഇതിൽ യൂഷ്വലി ചോദിക്കുന്ന ചോദ്യം ആരാണ് ഡിസ്കവർ ചെയ്യുന്നതാണ്. 1802 ഇത് ഡിസ്കവർ ചെയ്തത് ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ആൻഡേഴ്സ് ഗുസ്താഫ് എക്കൻബർഗ്. ഓക്കെ, ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ആൻഡേഴ്സ് ഗുസ്താഫ് എക്കൻബർഗ്. അപ്പോ ഇതിനെ കണ്ടുപിടിച്ച ഇനീഷ്യലി ഒരു കഥയുണ്ട്. ഇത് ഇനീഷ്യലി കണ്ടുപിടിച്ച ആൾ ഇത് നിയോബിയം എന്ന് പറയുന്ന വേറൊരു മെറ്റലായിട്ട്, വേറൊരു നമ്മുടെ എനിക്ക് തോന്നുന്നു 40-41 ആണെന്ന് തോന്നുന്നു ഇതിന്റെ അറ്റോമിക് നമ്പർ, എനിക്ക് ഉറപ്പില്ല. നിയോബിയം ആയിട്ട് കൺഫ്യൂസ് ചെയ്തു. പിന്നീട് നിയോബിയം അല്ല, ഇത് പ്രത്യേകതര ഒരു മിനറലാണ്, ടണ്ടാലം എന്ന് പിന്നീട് പേരിടുകയാണ് ചെയ്തത് 1802. ഓക്കെ, ഈ ഒരു വാർത്ത നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വായിക്കാറുണ്ടാവും. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. ക്യാസനൂർ എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലെ, പ്രത്യേകിച്ച് സദേൺ കർണാടകയിലുള്ള ഒരു ചെറിയൊരു ഫോറസ്റ്റ് റീജിയൻ ആണ്. പ്രത്യേകിച്ച് അവിടുത്തെ മൈസൂർ, ഹസൻ, മാണ്ഡ്യ അങ്ങനെയുള്ള ആ ഒരു സദേൺ കർണാടക ഭാഗത്ത്, നമ്മുടെ വയനാട്ടിന് കുറച്ച് മുകളിൽ കാണുന്ന സദേൺ കർണാടക ഭാഗത്തുള്ള ഫോറസ്റ്റ് ആണ്. ഈ ക്യാസനൂർ ഫോറസ്റ്റിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. ഓക്കെ, ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസീസ് അല്ല, ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്. സൂനോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് ഒക്കെ കേട്ട സമയത്ത് കേട്ടിട്ടുണ്ടാവും. എന്താണ് സൂനോട്ടിക് ഡിസീസ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഒരു ഡിസീസ് ആണ് സൂനോട്ടിക് ഡിസീസ്. ഓക്കെ, ഈ ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസിന്റെ ഫസ്റ്റ് ചോദ്യം, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ, ഒരു വൈറസ് ആണ്. ഇതൊരു വൈറസ് ആണ്. ആ വൈറസിന്റെ ഫാമിലി ഏതാണ്? ഫ്ലാവി വിരിഡേ. വൈറസ് ദാറ്റ് ബിലോങ്സ് ടു ദ ഫ്ലാവി വിരിഡേ ഫാമിലി. പേര് വളരെ സിമ്പിൾ ആണ്, ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ്. കേട്ടോ, ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് 1957 കർണാടകയിലുള്ള ക്യാസനൂർ ഫോറസ്റ്റിൽ നിന്നും. ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് മനുഷ്യനിൽ നിന്നല്ല, ഒരു സിക്ക് ആയിട്ടുള്ള മങ്കി, ഒരു കുരങ്ങനിൽ നിന്നാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ന്യൂസ് നമ്മൾ പറയാൻ കാരണം എന്താ? ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് റിപ്പോർട്ടഡ് ഇൻ ഹസൻ, മൈസൂർ ഡിസ്ട്രിക്ട്സ്. അവിടെ യൂഷ്വലി മനുഷ്യന്മാർക്ക് കിട്ടുന്നതും ഇപ്പോഴും കുരങ്ങന്മാരിൽ നിന്ന് തന്നെയാണ്. 1957 ആദ്യമായിട്ട് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാന്ന് ചോദിക്കാം, ഷിമോഗ ഡിസ്ട്രിക്ട്, അതും കർണാടകയാണ്. പിന്നീട് കർണാടകയിൽ നിന്ന് മാറി, ഇത് സൗത്ത് ഇന്ത്യ ആണെങ്കിൽ കർണാടകയിൽ നിന്ന് മാറിയിട്ട് നിയർ ബൈ ആയിട്ടുള്ള കേരള, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ഈ ഡിസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരുതരം ചെള്ളുകളാണ് അല്ലെങ്കിൽ പേനുകളാണ്. ഹാർഡ് ടിക്സ് ആർ ദ റിസർവോയർ ഓഫ് KFT വൈറസ്. ഓക്കെ, ഈ ടിക്സ് അല്ലെങ്കിൽ ചെള്ളുകൾ റോഡൻസിനെയോ എലികൾ പോലെയോ അല്ലെങ്കിൽ മങ്കീസിനെയോ ഒക്കെ കടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വൈറസ് അവരുടെ ശരീരത്തിലേക്ക് എത്തും. മനസ്സിലായോ? അവരെ കടിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് എത്തും. അവരുടെ ശരീരത്തിൽ നിന്നാണ് യൂഷ്വലി ഇത് മനുഷ്യനിലേക്ക് പകരുന്നത്. ഈ ഒരു ഫിഗർ ഏകദേശം ഇതിന്റെ ഒരു സ്പ്രെഡ് കാണിക്കുന്നുണ്ട്. ഈ ടിക്കുകളിൽ നിന്ന്, ഇങ്ങനത്തെ ചെള്ളുകളിൽ നിന്ന് എങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തും. ഏകദേശം യൂഷ്വലി അത് കുരങ്ങനോ അല്ലെങ്കിൽ മറ്റുള്ള റോഡൻസ് ആയിരിക്കും. അപ്പൊ ഈ കാട്ടിൽ യൂഷ്വലി പോകുന്ന അവിടുത്തെ ആദിവാസി സമൂഹം, അല്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ നിപ്പ വന്നത് ഇനീഷ്യലി പലരും പറയുന്നത് എങ്ങനെയാണ്, വയ്യാതായ ഒരു ബാറ്റിനെ ഒരു വ്യക്തി എടുത്തു, ആ വ്യക്തിയിൽ നിന്നാണെന്നൊക്കെയാണ് സോഴ്സ് പറയുന്നത്. അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് വയ്യാതായിരിക്കുന്ന സിക്ക് മങ്കി അല്ലെങ്കിൽ ഡെഡ് മങ്കി, ഇവരിൽ നിന്നാണ് യൂഷ്വലി വരാറുള്ളത്. യൂഷ്വലി സിക്ക് ഓർ റീസെന്റ് ഡെഡ് മങ്കി, ഇതിന്നാണ് വരാറ്. ഇതുവരെ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ പറഞ്ഞിട്ടില്ല. ദാറ്റ് മേക്സ് ഇറ്റ് ലെസ് ട്രാൻസ്മിസിബിൾ. കോവിഡ് പോലെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് അത്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്. നമുക്കറിയാം എന്താണ് സൂനോട്ടിക് ഡിസീസ്? ട്രാൻസ്മിസിബിൾ ഫ്രം വെർട്ടബ്രേറ്റ്സ് ടു ഹ്യൂമൻ ബീങ്സ്. എന്താണ് വെർട്ടബ്രേറ്റ്സ്? കശേരു മൃഗം എന്നൊക്കെ പറയും വെർട്ടബ്രേറ്റ്സ്. അപ്പോ ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്
എന്താണ്? വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻഡിജനസ് ടു ഇന്ത്യ. എർത്ത് അല്ല, ഇൻഡിജനസ് ടു ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ കർണാടക. കേട്ടോ, അത് ഓർത്തിരിക്കണം. അടുത്തത് ആഫ്രിക്കയിലെ വേറൊരു രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് മൊസാംബിക്. മൊസാംബിക് ഈ അടുത്ത് വാർത്തയിലുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ നേവൽ ഷിപ്പായ INS സുമേധ, INS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ്. INS സുമേധയുടെ ആഫ്രിക്കയിലേക്കുള്ള ഒരു സപ്പോർട്ട് മിഷൻ ഉണ്ട്, എക്സ്റ്റൻഡഡ് ഓപ്പറേഷൻ ഡിപ്ലോയ്മെന്റ് മിഷൻ. ആ സപ്പോർട്ട് മിഷൻ ഭാഗമായിട്ട് പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് മൊസാംബിക്കിലും പോയി. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തിനെ പറ്റി ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. ഈ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സൗത്ത് ഓഫ് ആഫ്രിക്ക, പർട്ടിക്കുലർലി സൗത്ത് ഈസ്റ്റ് ഓഫ് ആഫ്രിക്ക. കേട്ടോ, സൗത്ത് ഈസ്റ്റ് ഓഫ് ആഫ്രിക്ക. ഇവരുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആരാന്നൊക്കെ നിങ്ങൾ റഫ്ലി അറിഞ്ഞിരിക്കുക. സൗത്ത് ആഫ്രിക്ക ഉണ്ട്, സിംബാബ്വെ ഉണ്ട്, സാംബിയ, മലാവി, ടാൻസാനിയ തുടങ്ങിയവരൊക്കെയാണ്. ഇത് കൂടാതെ ബോർഡർ ഷെയർ ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എസ്വാത്തിനി. എസ്വാത്തിനി അല്ലെങ്കിൽ സ്വാസി ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അത് ഏകദേശം കംപ്ലീറ്റ്ലി വിത്തിൻ സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക അകത്ത് നമ്മൾ രണ്ട് രാജ്യങ്ങളെ പറയും. സൗത്ത് ആഫ്രിക്ക അകത്ത് നമ്മൾ രണ്ട് രാജ്യങ്ങളെ പറയും. ഒന്ന് സ്വാസിലാൻഡ് ആണ്, മറ്റേതാണ് നമ്മൾ ലെസോത്തോ എന്ന് പറയും. ലെസോത്തോ സ്വാസിലാൻഡ്. സപ്പോസ് ഇത് സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അകത്ത് തന്നെയുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഈ സ്വാസിലാൻഡിന് ഒരു ടെറിട്ടറി ആരോടുണ്ട്? മൊസാംബിക്കിനോടുണ്ട്. ഈ രണ്ട് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച രാജ്യങ്ങളാണോ? യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 193 രാജ്യങ്ങളിൽ പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇവര്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപിറ്റൽ അറിഞ്ഞിരിക്കുക, മപ്പൂട്ടോ. ഈ ആഫ്രിക്കൻ രാജ്യത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോർച്ചുഗീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് വാസ് എ പോർച്ചുഗീസ് കോളനി. നമ്മൾ 1947 ഇൻഡിപെൻഡന്റ് ആയി. 1975 വരെ ഇവർ പോർച്ചുഗീസ് കോളനി ആയിരുന്നു. ഈ മൊസാംബിക്കും ഇന്ത്യയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് പോർച്ചുഗീസിന്റെ ഈ ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്തെ കാര്യങ്ങൾ നോക്കുന്ന ക്യാപിറ്റൽ ഏതായിരുന്നു? നമുക്കറിയാം, ഗോവയായിരുന്നു എന്നറിയാം. ഗോവ വച്ചിട്ടാണ് 1752 വരെ അവര് ഗോവയിൽ ഇരുന്നിട്ടാണ് അവര് മൊസാംബിക്കിലെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്തത്. പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ സ്ട്രോങ് ആയി വന്ന സമയത്താണ് അവര് വീണ്ടും ലിസ്ബണിലേക്ക്, പോർച്ചുഗലിന്റെ ക്യാപിറ്റലിലേക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ മാറ്റിയത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനും മൊസാംബിക്കിന് ഇന്ത്യ ആയിട്ടുണ്ട്. അടുത്ത ആർട്ടിക്കിളാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഷവർമ കടകൾ കൂട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. FSSAI ഹാസ് നോട്ടിഫൈഡ് ഡ്രാഫ്റ്റ് അമെൻമെന്റ് ഓൺ ഫോർട്ടിഫൈഡ് റൈസ്. എന്താണെന്ന് നമുക്ക് കാണാം. ഫോർട്ടിഫൈഡ് റൈസ് അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. അപ്പോൾ FSSAI നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. FSSAI എന്ന് പറയുന്ന ഏജൻസി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2006 എനാക്ട് ചെയ്ത ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ആക്ടിന്റെ കീഴിലാണ് ആ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനെപ്പറ്റി കാണണം. അപ്പൊ ഒരു ഫുഡ് ഫോർട്ടിഫൈഡ് റൈസിനെ പറ്റിയാണ് അവരുടെ ഒരു ഡ്രാഫ്റ്റ് അമെന്റ്മെന്റ് വന്നത്. എന്താണ് ഫോർട്ടിഫിക്കേഷൻ? ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡില്, നമ്മൾ കഴിക്കുന്ന ഏതൊരു ഫുഡിലും കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഉണ്ടാവും. ഇതിലേക്ക് അതിൽ നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ മറ്റ് മൈക്രോ ന്യൂട്രിയൻസിനെ കൂടാതെ നമ്മൾ കൃത്രിമമായിട്ട് കുറച്ച് എക്സ്ട്രാ മൈക്രോ ന്യൂട്രിയൻസിനെ കൂടെ ആഡ് ചെയ്യും. നമ്മൾ ഈ പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് എന്നൊക്കെ പറഞ്ഞൊക്കെ വേണമെങ്കിൽ ഇതായിട്ട് റിലേറ്റ് ചെയ്യാം. ഫോർട്ടിഫൈഡ് റൈസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, എന്താണ്? അതിന് ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടുക. അത് ഇന്ത്യയിൽ ഇപ്പോ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ് ഫോർട്ടിഫൈഡ് റൈസ്. ഫോർട്ടിഫൈഡ് റൈസ് എന്താണ്? ഫോർട്ടിഫൈഡ് റൈസിന്റെ ഉദ്ദേശം FSSAI പറയുന്നത്, നമ്മൾ യൂഷ്വലി കഴിക്കുന്നത് റൈസാണ്. ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കഴിക്കുന്നത് റൈസാണ്. പക്ഷെ റൈസിൽ ഇപ്പോൾ ഉള്ള മൈക്രോ ന്യൂട്രിയൻസും കൊണ്ട് നമുക്ക് ഗുണമില്ല. ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതുമൂലം സ്റ്റണ്ടിങ്, വേസ്റ്റിംഗ് എന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ അവർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ കുട്ടികൾക്കകത്തുള്ള മാൽ ന്യൂട്രീഷൻ വളരെ കൂടുതലാണ്. അതിന്റെ ഒരു ഡേറ്റയാണ് എവറി സെക്കൻഡ് വുമൺ ഇൻ ദ കൺട്രി ഈസ് അനീമിക്. അതായത് ഇന്ത്യയിലുള്ള 2 സ്ത്രീകളിൽ ഒരു വ്യക്തി അനീമിക് ആണ്. 2, എവറി തേർഡ് ചൈൽഡ് ഈസ് സ്റ്റണ്ടഡ്. 3 കുട്ടികളെടുത്താൽ അതൊരു കുട്ടി സ്റ്റണ്ടഡ് ആണ്. സ്റ്റണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഹൈറ്റ് ഫോർ ഏജ്, പ്രായത്തിനനുസരിച്ചുള്ള പൊക്കമില്ലായ്മ. സ്റ്റണ്ടിങ് ഉണ്ട്, വേസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് വാക്കുണ്ട്. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കത്തിനനുസരിച്ച് വെയിറ്റ് ഇല്ലായ്മ, അതാണ് സ്റ്റണ്ടിങ്. പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഇല്ലാതെ നമ്മൾ അണ്ടർ വെയിറ്റ് എന്നൊക്കെ പറയും. സ്റ്റണ്ടിങ്, വേസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കകത്ത് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് പ്രപ്പോസ് ചെയ്താണ് എന്ത്? റൈസ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ FSSAI പറയുന്നത്
റൈസ് ഫോർട്ടിഫൈ ചെയ്താൽ അതിൽ 1 കിലോഗ്രാം ഫോർട്ടിഫൈഡ് റൈസിൽ നമുക്ക് എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവും? അയൺ ഉണ്ടാവും. വളരെ ചെറിയ എമൗണ്ട് ആണ്. 1 കിലോയിൽ ഏകദേശം 28 മുതൽ 42 മില്ലിഗ്രാം വരെ അയൺ ഉള്ളൂ. അയൺ ഉണ്ടാവും, ഫോളിക് ആസിഡ് ഉണ്ടാവും, വൈറ്റമിൻ B12 ഉണ്ടാവും. എന്തിനൊക്കെ ടാക്കിൾ ചെയ്യാൻ? പർട്ടിക്കുലർലി അനീമിയനെ ടാക്കിൾ ചെയ്യാൻ. അതുകൂടാതെ വേറെ എന്തൊക്കെയായിട്ട് നമുക്ക് ഫോർട്ടിഫൈ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സിങ്ക് ആഡ് ചെയ്യാം, വൈറ്റമിൻ A, B1, B2, B3, B6 അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് വലിയൊരു ഹെൽത്ത് ഹസാർഡ് ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുകയും അതുമൂലം മാൽ ന്യൂട്രീഷൻ ഇല്ലാതാവുകയും ഇന്ത്യയുടെ ഒരു യങ് പോപ്പുലേഷൻ, അടുത്ത വരുന്ന ഒരു യങ് പോപ്പുലേഷൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് സ്റ്റണ്ടിങ്ങോ അല്ലെങ്കിൽ വേസ്റ്റിംഗോ ഒന്നും ഇല്ലാതെ വരികയും ചെയ്യും എന്നാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ FSSAI എന്താണെന്ന് അറിയണം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്, എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട ബോഡികളാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത്. ഭരണഘടനയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ബോഡിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു റെസൊല്യൂഷൻ വഴി എസ്റ്റാബ്ലിഷ് ചെയ്ത ബോഡി, ഇപ്പൊ നിതി ആയോഗ് പോലൊരു ബോഡിയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗവൺമെന്റ് ബോഡീസിൽ ഇങ്ങനെ 3 ഉള്ളത്: എക്സിക്യൂട്ടീവ് ബോഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. FSSAI ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. യൂണിയൻ മിനിസ്റ്റർ ആരാണ്? മൻസൂഖ് എൽ മാണ്ഡവീയ. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? ശ്രീ മൻസൂഖ് എൽ മാണ്ഡവീയ. FSSAIയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നിലവിൽ ഒരു IAS ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്യണം: സുധാൻഷ് പന്ത്. സുധാൻഷ് പന്ത്. ക്ലിയർ അല്ലേ? 10ാമത്തെ ടോപ്പിക്കാണ് റെഡ് സീ. റെഡ് സീ മാപ്പിൽ കണ്ടാൽ നമുക്കറിയാം, ഇതാ ഇപ്പോ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്, ഇസ്രായേൽ പലസ്തീൻ ഭാഗത്ത്. അതുകൊണ്ട് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന റെഡ് സീ ഫ്രീക്വന്റ് ആയിട്ട് വാർത്തയിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ വാർത്തയിൽ വരാൻ കാരണം ഇതാ ഈ കാണുന്ന രാജ്യമാണ്, അറേബ്യൻ പെനിൻസുലയിലെ സദേൺ ഭാഗത്ത് കാണുന്ന ഒരു രാജ്യമാണ് യമൻ. ഈ യമൻ ഏകദേശം ഒരു നമ്മുടെ അറബ് സ്പ്രിങ്ങിന്റെ സമയമൊക്കെ മുതൽ, അതിന് മുന്നേ അൺസ്റ്റേബിൾ ആയിരുന്നു, 2011 ശേഷം തീരെ അൺസ്റ്റേബിൾ ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം യമനിൽ ഭരിക്കുന്ന വിഭാഗം കൺട്രോൾ ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്, റിബൽസ് കൺട്രോൾ ചെയ്യുന്ന വേറെ ചില ഏരിയാസ് ഉണ്ട്. ആ റിബൽസിനെ വിളിക്കുന്ന പേരാണ് ഹൗതീസ്. അതായത് ഭരിക്കുന്ന വിഭാഗത്തിന് എതിരെ നിൽക്കുന്ന ആ റിബൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൗതീസ്. ഈ ഹൗതീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്റന്റ് മൂവ്മെന്റ് ആണ്. ഹമാസ് ഒക്കെ പോലെ ഒരു മിലിറ്റന്റ് മൂവ്മെന്റ് ആണ്. അവരുടെ ലീഡറിന്റെ പേരിൽ നിന്നാണ് ഹൗത്തി എന്ന് അറിയപ്പെടുന്നത്. ലീഡറിന്റെ പേര് ഹുസൈൻ ബാദർ അൽ ഹൗത്തി. അത് ഓർത്തിരുന്നെങ്കിൽ കാര്യമില്ല. അവർ പ്രിഡോമിനന്റ്ലി ഒരു ഷിയ പോപ്പുലേഷൻ ആണ്. ഷിയ പോപ്പുലേഷൻ നമുക്കറിയാം, ഇസ്ലാമിലെ 2 പ്രധാനപ്പെട്ട സെക്ടുകളാണ് സുന്നീസ് ആൻഡ് ഷിയാസ്. ഈ ഷിയാസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ രാജ്യമായ ഇറാനാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹമാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗത്തീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെബനനിലുള്ള ഹെസ്ബുള്ള ആയിക്കോട്ടെ, ഈ ഇങ്ങനത്തെ ഷിയ ഫോഴ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇത്, ഇറാൻ. ഓക്കെ, അപ്പൊ ഈ ഹൗതി മൂവ്മെന്റിനെ, ഈ മിലിറ്റന്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഈ ഹൗതീസ് ദേ ഹൈജാക്ഡ് എ കാർഗോ ഷിപ്പ്. ആ കാർഗോ ഷിപ്പിന്റെ പേര് ഒരു പക്ഷെ ചോദിക്കാം, ഗാലക്സി ലീഡർ എന്നാണ്. റെഡ് സീയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാർഗോ ഷിപ്പിനെ ഈ ഹൗതി റിബൽസ് ക്യാപ്ചർ ചെയ്തു. അവർ ക്യാപ്ചർ ചെയ്യാൻ കാരണം അവർ വിചാരിച്ചത് ഇസ്രായേലി ഷിപ്പാണെന്ന്. എന്നാൽ ദെൻ ഇറ്റ് വാസ് ജർമ്മൻ ഓർ ജാപ്പനീസ് ഷിപ്പ്. ഇതൊരു ഇസ്രായേലി ഷിപ്പ് ആയിരുന്നില്ല, ഇന്ത്യ ബൗണ്ട് ആയിട്ടുള്ള ഒരു കാർഗോ ഷിപ്പ് ആയിരുന്നത്. അപ്പൊ റെഡ് സീയെ പറ്റി നമ്മൾ കുറച്ച് ഫാക്ടുകൾ അറിഞ്ഞിരിക്കണം. റെഡ് സീ എന്താണ്? ഇറ്റ് ഈസ് എ സെമി എൻക്ലോസ്ഡ് ഇൻലെറ്റ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ ദാ ഈ ഭാഗത്ത് നമുക്ക് ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഏതൊക്കെ 2 കോണ്ടിനെന്റിനും തമ്മിൽ? ആഫ്രിക്കയ്ക്കും ഏഷ്യക്കും ഇടയിൽ. ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? മെഡിറ്ററേനിയൻ സീ ഉണ്ട്. അത് എങ്ങോട്ടാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ്. ഇത് എങ്ങോട്ടാണ്? ഇന്ത്യൻ ഓഷ്യനിലേക്കാണ്. അപ്പൊ ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. It is connected to the Arabian Sea and Indian Ocean through the Gulf of Aden and Strait of Bab el Mandeb. ഇമ്പോർട്ടന്റ് സ്ട്രേറ്റുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് ബാബ് എൽ മാൻഡബ്. ഇതാ ഈ കാണുന്ന സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 കടലിടുക്കുകളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ചെറിയൊരു സാധനത്തിനാണ് ഗൾഫ് ഓഫ് ആഡൻ. യമനടുത്തുള്ള ഗൾഫ് ഓഫ് ആഡനും റെഡ് സീയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ബാബ് എൽ മാൻഡബ് ആണ്. അതുപോലെ നോർത്തിലേക്ക് വരുമ്പോൾ ഉള്ള ചെറിയൊരു ഗൾഫ് ഉണ്ട്, നമ്മൾ പേർഷ്യൻ ഗൾഫ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇറാൻ അടുത്തുള്ള.
ഗൾഫ് ഓഫ് അക്വാബ. ഗൾഫ് ഓഫ് അക്വാബ അറിഞ്ഞിരിക്കണം, കാരണം ഇപ്പോ ഈ ഫൈറ്റ് നടക്കുന്ന ഇസ്രായേൽ പലസ്തീനടുത്താണ് ഗൾഫ് ഓഫ് അക്വാബ. സൂയസ് കനാൽ, നമ്മൾ പണ്ട് 1950-കളിലൊക്കെ സൂയസ് കനാൽ ക്രൈസിസ് ഒക്കെ നടന്നു നമുക്കറിയാം. സൂയസ് കനാൽ ഓൺ ചെയ്യുന്ന ആരാണ്? ഈജിപ്ത് ആണ്. ഈ സൂയസ് കനാലും ഈ ഭാഗത്താണ്. ഈ സൂയസ് കനാൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഗൾഫ് ഓഫ് സൂയസി കൂടെയാണ്. അപ്പൊ ഇവിടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗൾഫുകളാണ് ഗൾഫ് ഓഫ് അക്വാബ, ഗൾഫ് ഓഫ് സൂയസ്. അതുകൂടാതെ ഇപ്പൊ വാർത്തയിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ടെറിട്ടറിയാണ് ഏത്? സിനായ് പെനിൻസുല. സിനായ് പെനിൻസുല എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ടെറിട്ടറിയാണ്, ഈജിപ്തിന് കീഴിലാണ് വരുന്നത്. കാരണം സിനായ് പെനിൻസുല ഷെയർസ് ബോർഡർ വിത്ത് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ. പിന്നീട് ഇതാ വാർത്തയിലുള്ള വേറൊരു റിവറാണ് ഏത്? ജോർദാൻ റിവർ. ജോർദാൻ റിവർ. ജോർദാൻ റിവറിന്റെ വെസ്റ്റിലുള്ള ഏരിയ ആണ് ഇപ്പൊ വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്ക്. ഓക്കെ, ആ റിവറിന്റെ വെസ്റ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ ഇപ്പൊ വാർത്തയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ റെഡ് സി എവിടെയാന്ന് അറിഞ്ഞിരിക്കുക. റെഡ് സി ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, 11ാമത്തെ ടോപ്പിക് ഇന്ത്യയുടെ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് ആണ്. നിങ്ങൾ പല രാജ്യങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും ഇന്ത്യ റീസെന്റ് കണ്ടക്ടഡ് 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് എന്ന് പല രാജ്യങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തു നിന്നുള്ള 2 മിനിസ്റ്റർമാർ വേറൊരു രാജ്യത്തു നിന്നുള്ള 2 മിനിസ്റ്റർമാരായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഈ 2 മിനിസ്റ്റർമാർ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അവരുടെ പോർട്ട്ഫോളിയോ ഫിക്സഡ് ആയിരിക്കും, മാറില്ല. ഏതൊക്കെയാണത്? ഒന്ന് രക്ഷാമന്ത്രി. രക്ഷാമന്ത്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫൻസ് മിനിസ്റ്റർ. നമ്മുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആരാ? ശ്രീ രാജ്നാഥ് സിംഗ്. രണ്ടാമത്തേതാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. അപ്പോ ഡിഫൻസ് മിനിസ്റ്റർ പ്ലസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിത്ത് ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഡിഫൻസ് സെക്രട്ടറി പ്ലസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓർ സെക്രട്ടറി ഓഫ് എനി അതർ കൺട്രി. അതാണ് 2+2. ഇതിൽ കൊമോസോ അങ്ങനെ വേറെ മിനിസ്റ്റർമാരും വരില്ല, ഈ 2 മിനിസ്റ്റേഴ്സ് മാത്രമേ വരുള്ളൂ. ഇപ്പൊ വാർത്തയിൽ വരാൻ കാരണം ഇന്ത്യ ഓസ്ട്രേലിയ 2+2 ഡയലോഗ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഓസ്ട്രേലിയനെ റിപ്രസെന്റ് ചെയ്ത് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള റിച്ചാർഡ് മാർലിസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള പെന്നി വോങ്, ഈ 2 പേരാണ് ഓസ്ട്രേലിയയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ ഓസ്ട്രേലിയയുടെ ആദ്യത്തെ മിനിസ്റ്റീരിയൽ ഡയലോഗ് അല്ല ഇത്. ആദ്യമായിട്ട് നടന്ന എപ്പോഴാണ്? 2021-ലാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ഫാക്ട്, ഇന്ത്യയിലെ ഈ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരൊക്കെയാണ്? ഡിഫൻസ് മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും. പിന്നെ ഇന്ത്യക്ക് ഏതൊക്കെ രാജ്യങ്ങളായിട്ട് 2+2 മീറ്റിംഗ് ഉണ്ടെന്ന്? ഇപ്പോ ഓസ്ട്രേലിയ ആയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ടുണ്ട്, ജപ്പാൻ ആയിട്ടുണ്ട്, യുണൈറ്റഡ് കിങ്ഡം ആയിട്ടുണ്ട്, റഷ്യ ആയിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, US ആയിട്ടും റഷ്യ ആയിട്ടും ഇന്ത്യക്ക് 2+2 മീറ്റിംഗ് ഉണ്ട്. അതൊരു സ്ട്രാറ്റജിക് വിക്ടറിയാണ്. ഈ 2 രാജ്യങ്ങളായിട്ടും ഈ ഒരു 2+2 മീറ്റിംഗ് വയ്ക്കാൻ പറ്റുന്നത് ഒരു സ്ട്രാറ്റജിക് വിക്ടറിയാണ്. അപ്പൊ ഇന്ത്യയുടെ 2+2 പാർട്ട്നേഴ്സ് വാർത്തകൾ വന്നതുകൊണ്ട് അവിടുത്തെ റൂളേഴ്സ്, പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അറിഞ്ഞിരിക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് നമുക്കറിയാം ജോ ബൈഡൻ, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി അൽബനീസ്, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഫ്യൂമിയോ കിഷീഡ. ജപ്പാന്റെ വാർത്തയിൽ ഉണ്ടായിരുന്നു, കാരണം ഒരു ഫോർമർ പ്രൈം മിനിസ്റ്റർ ജപ്പാനിൽ അസോസിനേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ഇന്ത്യ ഫ്രണ്ട്ലി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റും ആർക്കെങ്കിലും? ജപ്പാനിൽ ഈ അടുത്ത് അസാസിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യ ഫ്രണ്ട്ലി പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഋഷി സുനാക്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഓക്കെ, ആർക്കെങ്കിലും പറയാമോ ജപ്പാന്റെ ഈ അടുത്ത് അസാസിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യയുടെ ബഡാ ദോസ്തായിരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ? അപ്പൊ നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ഈ പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ഇവരായിട്ട് ഇന്ത്യക്കുള്ള ഒരു നേവൽ എക്സസൈസ് ഉണ്ട്. ഓക്കെ, ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അതിന്റെ പേരാണ് മലബാർ എക്സസൈസ്. അതിൽ 4 പേരാണ് ഉള്ളത്. ആർക്ക്? ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഷിൻസോ ആബെ. അതെ, ഷിൻസോ ആബെ. ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങൾ ഓർത്തിരിക്കുക. ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ ഇവിടുന്ന് 2 പേരും ജപ്പാനും ഓസ്ട്രേലിയ. അതായത് ഈ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്ത് കിടക്കുന്ന ഈ 3 രാജ്യങ്ങളും പിന്നെ US ചേർന്നിട്ടുള്ള ഏകദേശം ഒരു കംപ്ലീറ്റ്ലി വെസ്റ്റ് ആയിട്ടുള്ള ഒരു നേവൽ എക്സസൈസ് ആണ് മലബാർ എക്സസൈസ്. ഇത് 1992-ലാണ് തുടങ്ങിയത് ഒരു ബൈലാറ്ററൽ എക്സസൈസ് ആണ്. ബൈലാറ്ററൽ എന്ന് വെച്ചാൽ 2 രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും US തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ആയിട്ട് തുടങ്ങി. 2015 അത് ജപ്പാൻ ജോയിൻ ചെയ്തു. 4ാമത് ഓസ്ട്രേലിയ 2020 ജോയിൻ ചെയ്തു. ഇപ്പൊ ഇതിൽ 4 പേരുണ്ട്. അപ്പൊ ഇത് ചൈനയ്ക്ക് എതിരായിട്ടുള്ള ഒരു അലയൻസ് കൂടെ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. ചൈനയ്ക്ക് എതിരായിട്ടുള്ള ഒരു അലയൻസ് കൂടെ പറയുന്നുണ്ട്.
രണ്ടാഴ്ച മുന്നേ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഓവർനൈറ്റ് ഒരു പാകിസ്ഥാനി ഫിഷർമാൻ മില്യണയർ ആയി. അദ്ദേഹം ഒരു സോവ എന്ന മീന്റെ പേര് ഞാൻ പറഞ്ഞു, സോവ എന്ന പേരുള്ള ഒരു മീനെ കിട്ടി. ആ മീന് മാർക്കറ്റിൽ ലക്ഷങ്ങളാണ് വില. അങ്ങനെ ഹി ബിക്കേം എ മില്യണയർ ഓവർനൈറ്റ് എന്ന് പറഞ്ഞു. ഇന്ത്യയിലും അതുപോലെ ഒരു മീനുണ്ട്. ആ മീനിന്റെ പേരാണ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ എന്ന് പറയുന്ന മീൻ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ഫിഷർമാൻസ് ലോട്ടറി. കാരണം ഈ മീൻ ഏകദേശം ഒരു 1.5-2 മീറ്റർ വലിപ്പമുണ്ട്. കിലോയ്ക്ക് 10,000 മുതൽ 20,000 25,000 വരെ വിലയുണ്ട്. ഒരു കിലോയ്ക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ 1.5-2 മീറ്ററുള്ള ഒരു മീൻ, അല്ലെങ്കിൽ അങ്ങനെ 1-2 മീനെ കിട്ടിക്കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഒരു മില്യണയർ ആവാൻ പറ്റും, ലക്ഷക്കണക്കിന് കാശ് സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ഫിഷർമാൻസ് ലോട്ടറി എന്ന് പറയുന്നത്. ഈ അടുത്ത് വാർത്തയിൽ വരാൻ കാരണം, ഗുജറാത്ത് അവരുടെ സ്റ്റേറ്റ് ഫിഷ് ആയിട്ട് നമ്മുടെ ഗോൾഡ് ഫിഷിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതിന് ഇത്ര വില വരാൻ കാരണം ഇതിന്റെ ഉപയോഗങ്ങളാണ്. യൂഷ്വലി ഉപയോഗിക്കുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രീസിലാണ്, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണ്. അങ്ങനെ പല പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വില ഇതിന്റെ സ്വിം ബ്ലാഡേഴ്സിനാണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു മേക്ക് വൈൻ. അങ്ങനെ പല പല കാര്യങ്ങൾക്ക്, അതായത് മീൻ കഴിക്കുക എന്നതിലുപരി പല പല കോസ്റ്റ്ലി ഇൻഡസ്ട്രീസ് ആണ് കോസ്മെറ്റിക്, ഫാർമസ്യൂട്ടിക്കൽ, വൈൻ ഇൻഡസ്ട്രീസ് ഒക്കെ. അതിന് ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയൽ ആയതുകൊണ്ട്, ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ടാണ് അതിന് ഇത്ര വില. ഓക്കെ, അപ്പൊ അത് ഏത് റീജിയനിലാണ് കാണുന്നതെന്ന് ചോദിക്കാം. ഇൻഡോ പസഫിക് റീജിയൻ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ്, നമ്മുടെ ഇറാൻ അടുത്തുള്ള പേർഷ്യൻ ഗൾഫ് മുതൽ പസഫിക് ഓഷ്യൻ വരെ എവിടെ വേണമെങ്കിലും അതിനെ കാണാം. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇന്ത്യയിൽ നിന്നുള്ളത് ചൈനയിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റ്സ് ആണ് യൂണിയൻ ടെറിട്ടറീസ്. അവരുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഫിഷിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം SSCയുടെ സിലബസ്, ജനറൽ നോളജിന്റെ സിലബസ് വളരെ വേഗമായതുകൊണ്ട് അവർ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുള്ളതാണ് സ്ട്രൈപ്ഡ് മ്യൂറൽ. മ്യൂറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വരാലാണ്. ഗോൾഡൻ മഷീർ യൂഷ്വലി നോർത്ത് ഈസ്റ്റിലേക്കും, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, അതുകൊണ്ട് അരുണാചൽ, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഗോൾഡൻ മഷീർ. കേരളത്തിൽ നമുക്കറിയാം കരിമീൻ അല്ലെങ്കിൽ പേൾ സ്പോട്ട്. ഒഡീഷയില് ഈ ഗോൾഡൻ മഷീറിന്റെ മഹാനദിയിൽ കാണുന്ന വേറൊരു വെറൈറ്റിയാണ് മഹാനദി മസീർ. അങ്ങനെ പല പല സ്റ്റേറ്റുകൾക്ക് പലതായിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ വാർത്തയിൽ വരുന്നത് ഓർത്തിരിക്കുക. നമുക്ക് ഇപ്പോൾ വാർത്തയിൽ വന്നതാണ് ഗോൾഡ് ഫിഷ്, ഗുജറാത്തിന്റെ സ്റ്റേറ്റ് ഫിഷ്. ഓക്കെ, അടുത്തത് ഒരു മിഷനാണ്, ഒരു സ്പേസ് മിഷനാണ്. നമുക്കറിയാം ഇസ്രോ എന്ന് പറയുന്നത് ഇന്ത്യൻ പറഞ്ഞേ, ഇസ്രോയുടെ ഫുൾ ഫോം എന്താ? അറിഞ്ഞുകൂടാ ആർക്കും? എന്താണ് നാസ? ഏത് രാജ്യത്തിന്റെ സ്പേസ് ഏജൻസിയാണ് നാസ? റോസ്കോസ്മോസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെയാണ്? അങ്ങനെയുള്ള ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വെരി ഗുഡ്. റോസ്കോസ്മോസ് ആരുടെയാണ്? റഷ്യയുടെയാണ്. അതുപോലെ യൂറോപ്പിന് കളക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി, അല്ലെങ്കിൽ ESA. അവരുടെ ഒരു മിഷനാണ്, ഈ അടുത്ത് വാർത്തയിലുണ്ടായ ഒരു മിഷനാണ് ജൂസ് പ്രോബ്. ജൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ജൂപ്പിറ്റർ ICE മൂൺസ് എക്സ്പ്ലോറർ. വേറൊന്നുമല്ല, ജൂപ്പിറ്ററിന്റെ മൂൺസിനെ പഠിക്കാനുള്ള ഒരു മിഷനാണ് ഏത്? ജൂസ് എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി ജൂസ് എന്നുണ്ട്, അത് ആരെ പഠിക്കാനാന്ന് ചോദിക്കാം. 4 പ്ലാനറ്റിന് തരാം. ഉത്തരം ജൂപ്പിറ്റർ ആണ്. വാർത്തയിൽ വരാൻ കാരണം അവർ പറഞ്ഞു ദേ വിൽ യൂസ് ദ ഗ്രാവിറ്റി അസിസ്റ്റ് ഫ്രം എർത്ത് ആൻഡ് മൂൺ ടു പ്രൊപ്പൽ ഇറ്റ്സെൽഫ് ടുവേർഡ്സ് ജൂപ്പിറ്റർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. ക്ലിയർ ആയോ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ. ഓക്കെ, അപ്പൊ ഈ എർത്തിൽ നിന്ന് ഈ ഒരു ജൂപ്പിറ്ററിലേക്ക് എത്താനായിട്ട് എർത്തിന്റെ മൂണിന്റെയും ഗ്രാവിറ്റി അവർ ഉപയോഗിച്ച്, ആ ഗ്രാവിറ്റേഷണൽ പുൾ ഉപയോഗിച്ച് അവർ ജൂപ്പിറ്ററിലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പൊ ഈ ഗ്രാവിറ്റി അസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലാനറ്റിന്റെയോ അതിന്റെ മൂണിന്റെയോ ഗ്രാവിറ്റിയോ ഉപയോഗിച്ചിട്ട് ആ ഫ്യൂവലിന്റെ ഉപയോഗം കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഓർബിറ്റിലേക്ക് എത്തിപ്പെടുക എന്നതാണ് ഈ ഗ്രാവിറ്റി അസിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജൂപ്പിറ്റർ ICE മൂൺസ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ജൂസ് മിഷൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു സിംഗിൾ മിഷൻ അല്ല. അവര് ESA കോസ്മിക് വിഷൻ 2015-2025 എന്ന് പറയുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് മിഷൻസിനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ജൂപ്പിറ്ററിലേക്ക് പോകുന്ന ഒരു മിഷനാണ് ജൂസ് മിഷൻ. അത് ഈ അടുത്താണ് ലോഞ്ച് ചെയ്തത്. എവിടെന്ന്? ഫ്രഞ്ച് ഗയാന. സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് ഗയാനയ്ക്ക് തൊട്ടടുത്തുള്ള
ഫ്രാൻസിന്റെ കീഴിലുള്ള ഒരു രാജ്യമാണ് ഫ്രഞ്ച് ഗയാന. രണ്ട് ടെറിട്ടറീസ് ആണ്, തെറ്റിദ്ധരിക്കരുത്. അവിടെ നിന്നുള്ള ഏരിയാൻ 5 ലോഞ്ചറിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു 2031 ജൂപ്പിറ്റർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ സ്പേസ് ക്രാഫ്റ്റ് പണിതത് എയർബസ് എന്നുള്ള, നമ്മൾ കേട്ടിട്ടുണ്ടാവും എയർബസ് ഗ്രൂപ്പ്, ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാൻസ് ആൻഡ് നെതർലൻഡ്സ് ഇവിടെയാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എയർബസ്. അവരാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് ബിൽഡ് ചെയ്തത്. അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ജൂപ്പിറ്ററിനെ പറ്റി പഠിക്കുക, അതിന്റെ എവല്യൂഷൻ, മറ്റു കാര്യങ്ങൾ പഠിക്കുക. ജൂപ്പിറ്റർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ള ഒരു പ്ലാനറ്റ് ആണ്. ഇപ്പോൾ നിലവിൽ റെക്കഗ്നൈസ് ചെയ്ത 95 മൂൺസ്, ദർ ആർ 95 റെക്കഗ്നൈസ്ഡ് മൂൺസ് ഫോർ ജൂപ്പിറ്റർ. അതിൽ പ്രധാനപ്പെട്ട മൂൺസ് ആണ് ഏത്? IO. ഇത് യെല്ലോ എന്നല്ല, IO എന്നാണ്. IO, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ, ഇതൊക്കെ ആരുടെ മൂണാണ്? ജൂപ്പിറ്ററിന്റെയാണ്. ദ ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം ഏതാണ്? ഗാനിമേഡ്. ദ ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം ഏതാണ്? ഗാനിമേഡ്. നമുക്കറിയാം ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ഫ്രം സൺ ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസിന് ശേഷം 5ാമത് വരുന്ന പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് പ്ലാനറ്റ്. ജൂപ്പിറ്റർ ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് പ്ലാനറ്റ്. അതിന് 95 മൂൺസ് ഉണ്ട്. അതിലെ ഒരു മൂണാണ് ഗാനിമേഡ്. അതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് മൂൺ. ഓർത്തിരിക്കുക, ലാർജസ്റ്റ് പ്ലാനറ്റ്, വൺ ഓഫ് ഇറ്റ്സ് മൂൺസ് ഈസ് ദ ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം. കേട്ടോ? അപ്പൊ ഈ ആദ്യത്തെ 4 പ്ലാനറ്റ് ഇല്ലേ, മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന്. ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് വിളിക്കാൻ കാരണം അതിന് ഒരു റോക്കി സർഫസ് ഉള്ളത് കൊണ്ടാണ്. പിന്നീട് വരുന്ന പ്ലാനറ്റുകളില്ലേ, ഏതൊക്കെയാണ്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇപ്പൊ പ്ലൂട്ടോ ഇല്ല. ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ജോവിയാൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്യാസ് ജയന്റ് പ്ലാനറ്റ്സ്. അതിനൊരു റോക്കി സ്ട്രക്ചർ അല്ല, ഒരു തിക് ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ ആണ്. അതിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഗ്യാസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഫണ്ടമെന്റൽ കുറച്ച് ഫാക്ട് ഉണ്ട്. നമ്മുടെ വലിയൊരു യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിനകത്ത് നമുക്ക് കുറെ ഗാലക്സീസ് ഉണ്ട്. അതിൽ നമ്മുടെ ഗാലക്സിയാണ് ഏത്? മിൽക്കി വേ. ഈ മിൽക്കി വേക്ക് അകത്ത് കുറെ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. അതിൽ നമ്മുടെ ഒരു സ്റ്റാർ ആണ് ഏത്? സൺ. ഈ സണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ സോളാർ സിസ്റ്റം, ആ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ സെഗ്രിഗേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു ബേസിക് ഐഡിയ, അതായത് ഒരു സോളാർ സിസ്റ്റത്തിൽ എത്ര സ്റ്റാറുകൾ ഉണ്ടാവും, നമ്മുടെ മിൽക്കി വേയിലെ എത്ര സോളാർ സിസ്റ്റം റഫ്ലി എത്ര ഉണ്ടോ, ഒരൊറ്റെണ്ണം ഉള്ളോ അതോ ഒരുപാടെണ്ണം വരാൻ പറ്റുമോ, അങ്ങനെയുള്ള ജസ്റ്റ് ഒരു ഐഡിയ അറിഞ്ഞിരിക്കുക സ്പേസിനെ പറ്റി. ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്ന മിഷനിലേക്ക് പോകുന്ന പ്ലാനറ്റിലേക്ക് പോകുന്ന ആദ്യത്തെ മിഷൻ അല്ല ജൂസ്. ഓക്കെ, 1979 വോയേജർ എന്ന് പറയുന്ന മിഷനാണ് ആദ്യം ജൂപ്പിറ്ററിന് അടുത്തേക്ക് സഞ്ചരിച്ചതും ജൂപ്പിറ്ററിന്റെ ഒരു റിംഗ് സിസ്റ്റം, ആ പ്ലാനറ്റിന് ചുറ്റും ഉള്ള ഒരു റിങ്ങിനെ കണ്ടുപിടിച്ചതും വോയേജർ മിഷനാണ്. പിന്നീട് 9ഓളം സ്പേസ് ക്രാഫ്റ്റുകൾ പലതും ജൂപ്പിറ്ററിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ചിലത് അതിനെ ചുറ്റി കറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ചുറ്റി കറങ്ങിയതിൽ 2 പ്രധാനപ്പെട്ട മിഷനാണ് ഓർത്തിരിക്കുക. ഒന്ന് ഗലീലിയോ മിഷൻ, നാസയുടെ ഗലീലിയോ മിഷൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല. 1995 മുതൽ 2003 വരെ ഏകദേശം 8 വർഷത്തോളം അത് ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പൊ അത് ആക്റ്റീവ് അല്ല. അടുത്താണ് ജൂണോ മിഷൻ. ജൂണോ മിഷൻ ഓർത്തിരിക്കാൻ പറ്റും, കാരണം ജൂ എന്നതിൽ നമുക്ക് ജൂപ്പിറ്റർ കിട്ടും. ജൂണോയും ഒരു നാസ മിഷനാണ്. 2016 മുതൽ ജൂപ്പിറ്ററിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജൂണോ മിഷൻ, വോയേജർ മിഷൻ, ഗലീലിയോ മിഷൻ, ഇപ്പോ ജ്യൂസ് മിഷൻ. ഇതൊക്കെ ജൂപ്പിറ്ററിലേക്കാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഇത് റെഗുലർ ആയിട്ട് ചോദിക്കാറില്ല, SSC ചോദിക്കാറുള്ളതാണ് ഈ എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ. വാർത്ത സയന്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഗാമ റേ ബേസ്റ്റ് ഫാർ അവേ ഇൻ എ ഫാർ അവേ ഗാലക്സി വിച്ച് ഡിസ്റ്റർബ്ഡ് എർത്ത് അയണോസ്ഫിയർ. അതായത് എർത്തിലുള്ള നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചറിലുള്ള അയണോസ്ഫിയറിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ വേറെ ഏതോ ഗാലക്സിയിൽ, നമ്മുടെ മിൽക്കി വേ ഗാലക്സി പോലും അല്ല, വേറെ ഏതോ ഗാലക്സിയിൽ നടന്ന ഒരു ഗാമ റേയുടെ പൊട്ടിത്തെറി, അത് നമ്മുടെ എർത്തിന്റെ അയണോസ്ഫിയറിനെ ബാധിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നത് ഏകദേശം 2 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്, 100 crores ആണ്. അപ്പൊ ഓർത്തിരിക്കുക, ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 lakhs. ബില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെയും എത്രയാണ്? 1 crore, 10 crore, 100 crore, 1000 times ആണ് കേട്ടോ. അപ്പൊ 2 billion years ago, ഇപ്പൊ എത്ര വർഷമാണെന്ന് ഓർത്തിരിക്കണം. 2 billion years ago in a galaxy far beyond Milky Way, നമ്മുടെ ഗാലക്സിയാണ് മിൽക്കി വേ, എ ബിഗ് സ്റ്റാർ ഡൈഡ്. ഓക്കെ, ഒരു സ്റ്റാർ മരിച്ചു. ആ സ്റ്റാർ മരിക്കുമ്പോൾ ആ ഒരു എക്സ്പ്ലോഷൻ വിളിക്കുന്ന പേരാണ് സൂപ്പർനോവ.
അന്ന് ആ സ്റ്റാർ പൊട്ടിത്തെറിച്ച ആ ഒരു വലിയ സ്പേഷ്യൽ ഇവന്റ് കുറെ ഗാമ റേസിനെ റിലീസ് ചെയ്തു. ആ ഗാമ റേസ് ട്രാവൽ ചെയ്ത് ഇപ്പോഴാണ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ അയണോസ്ഫിയറിന്റെ ഭാഗത്തെത്തി അതിനെ ഡിസ്റ്റർബ് ചെയ്തത്. അപ്പൊ എന്താണ് അയണോസ്ഫിയർ എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുന്നേ നമ്മൾ ഗാമ റേസ് അറിഞ്ഞിരിക്കണം. എല്ലാവരും പണ്ട് തൊട്ടേ അറിയാവുന്ന നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിന്റെ ഒരു സൈഡിൽ റേഡിയോ വേവിൽ തുടങ്ങി ഗാമ റേയില് തീരാറുണ്ട്. അപ്പൊ ഇതിനായിരിക്കും നമുക്ക് വിസിബിൾ ലൈറ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, അൾട്രാവയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അങ്ങനെ അതിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് പലതും മാറും. ഇതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ റേഡിയോക്ക് ആണെന്നും ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ ഗാമ റേക്ക് ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള വേവ്സ് ആണ് ആര്? ഗാമ റേസ്. അത് ഓർത്തിരിക്കുക. ഈ ഗാമ റേസിന്റെ പ്രൊഡക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏറ്റവും ചൂട് കൂടിയ, ഹോട്ടസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എനർജി കൂടിയ, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് നടക്കുമ്പോഴാണ് ഈ ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ പൾസേഴ്സ്, ഇവരുടെയൊക്കെ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിന് അറൗണ്ട് ആയിട്ട് അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ഗാമ റേസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം 2 ബില്യൺ ഇയേഴ്സ് മുന്നേ പ്രൊഡ്യൂസ് ചെയ്ത ഗാമ റേസ് ട്രാവൽ ചെയ്തപ്പോഴാണ് എത്തിയത്. നമ്മൾ പറഞ്ഞ അവർ എത്തിയത് എവിടെയാണ്? അയണോസ്ഫിയറിലാണെന്ന് പറഞ്ഞു അല്ലെ? അയണോസ്ഫിയറിലാണ്. അപ്പൊ എന്താണ് അയണോസ്ഫിയർ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനു മുന്നേ അറിയേണ്ട കാര്യമാണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ്. ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതിൽ അയണോസ്ഫിയർ പറഞ്ഞിട്ടില്ല, നമുക്കത് പറയാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 കിലോമീറ്റർ വരെയാണ്. നമുക്കറിയാം എർത്തിന്റെ ഷേപ്പ് ഒരു സർക്കുലർ ഷേപ്പ് അല്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? അതിന്റെ ഇക്വേറ്ററിനടുത്തേക്ക് ഈ 12 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടും. പോളിനടുത്തേക്ക് ഈ 12 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറയും. അത് എർത്തിന്റെ സ്പേസിന്റെ ആ ഒരു ഷേപ്പിന്റെ യൂണിക്നെസ് ആണ്. അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എർത്തിന്റെ പോളുകളിൽ കുറവായിരിക്കും, ഇക്വേറ്ററിൽ കൂടുതലായിരിക്കും. ഇതൊരു സർക്കിൾ അല്ലാത്തത് കൊണ്ട് ഇത് യൂണിഫോം ആയിരിക്കില്ല. ഓക്കെ, ബേസിക് ജോമെട്രി ആണ്. 2, മോസ്റ്റ് ഓഫ് ദ എർത്ത് വെദർ ഹാപ്പൻസ് ഹിയർ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് മഴ, മേഘം തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂഷ്വലി നടക്കുന്നത്. ഏറ്റവും കൂടുതൽ എയറോപ്ലെയിൻസ് ഫ്ലൈ ചെയ്യുന്ന ഇവിടെയാണ്. ഈ ഫിഗറിൽ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ എയറോപ്ലെയിൻസ് നമ്മളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് എർത്തിന്റെ മോസ്റ്റ്ലി വിത്തിൻ ട്രോപ്പോസ്ഫിയർ ആണ് മോസ്റ്റ്ലി. ഓക്കെ, രണ്ടാമത്താണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ 12 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയുള്ള ദൂരമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ് ഈസ് ഹോം ടു അവർ ഓസോൺ ലെയർ. കേട്ടോ, നമ്മുടെ അൾട്രാവയലറ്റ് റേസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഓസോൺ ലെയർ അവിടെയാണ്. മൂന്നാമത്തതാണ് മീസോസ്ഫിയർ, 50 മുതൽ 80 കിലോമീറ്റർ വരെ. നാലാമത്തതാണ് തെർമോസ്ഫിയർ, 80 മുതൽ 700 കിലോമീറ്റർ വരെ. ഓക്കെ, ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്ന നാലാമത്തെ ലെയറിന്റെ ലോവസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. കേട്ടോ, അപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ഉണ്ട്. അതിൽ തെർമോസ്ഫിയറിന്റെ ലോവസ്റ്റ് സ്ഫിയറിനെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഒരു സെപ്പറേറ്റ് ലെയർ അല്ല. ഓക്കെ, അത് മീസോസ്ഫിയർ ആയിട്ടും തെർമോസ്ഫിയർ ആയിട്ടും എക്സോസ്ഫിയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. തെർമോസ്ഫിയറിന് ശേഷം എക്സോസ്ഫിയർ, ഏറ്റവും പുറത്തേക്കുള്ളത് 700 മുതൽ 10,000 കിലോമീറ്റർ വരെയാണ് എക്സോസ്ഫിയർ. അതിനുശേഷം അത് സോളാർ വിൻഡ് ആയിട്ട് മെർജ് ചെയ്യും. സണ്ണിൽ നിന്നുള്ള സോളാർ വിൻഡ് ആയിട്ട് മെർജ് ചെയ്യും. അപ്പൊ ആ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഓർത്തിരിക്കണം, ഫ്രം ട്രോപ്പോസ്ഫിയർ ടു എക്സോസ്ഫിയർ. കേട്ടോ, ഗാമ റേ ഓർത്തിരിക്കണം, ഫ്രം റേഡിയോ വേവ് ടു ഗാമ റേയും ഓർത്തിരിക്കണം. ബേസിക് ഫിസിക്സ് ആണ്, ഓർത്തിരിക്കണം. 15ാമത്തെ ടോപ്പിക് സറിനാം എന്ന് പറയുന്ന രാജ്യമാണ്. സറിനാം എന്ന് പറയുന്ന രാജ്യം വാർത്തയിൽ വരാൻ കാരണം, സറിനാം ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഗോൾഡ് മൈൻസ്. നമ്മുടെ മേഘാലയയിലൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള ഗോൾഡ് മൈൻസ് ഉണ്ട്. നമ്മൾ റാറ്റ് ഹോൾ മൈൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. റാറ്റ് ഹോൾ, ചെറിയ കുഴി കുഴിച്ച് ഒരു മനുഷ്യന് മാത്രം കയറാൻ പറ്റുന്ന കുഴികളിൽ കൂടെ പോയിട്ട് കോൾ എടുത്തുകൊണ്ടിരുന്ന ഇല്ലീഗൽ മൈൻസ് ഉണ്ട്, ലീഗൽ അല്ല. അതുപോലെ മേഘാലയയിലുള്ള ഒരു ഇല്ലീഗൽ ഗോൾഡ് മൈൻ തകരുകയും 10ഓളം ആൾക്കാർ മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ മേഘാലയയിലെ സറിനാമിലുള്ള, അപ്പൊ സറിനാം എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വാർത്തയെ നമുക്ക് ഇപ്പൊ ഉത്തരാഖണ്ഡിലുള്ള വാർത്തയായിട്ട് റിലേറ്റ് ചെയ്യാം. ഉത്തരാഖണ്ഡിലുള്ള ഒരു ടണൽ കൊളാപ്സ് ചെയ്തു. പക്ഷെ ഭാഗ്യത്തിന് എല്ലാവരും കൊളാപ്സ് ചെയ്തില്ല, ഫുള്ളായിട്ട് തകർന്നില്ലെങ്കിലും വഴി അടഞ്ഞുപോയി. ഭാഗ്യത്തിന് എല്ലാവരും രക്ഷപ്പെട്ടു. 40-ൽ പരം ആൾക്കാർ രക്ഷപ്പെട്ടു. സറിനാം നമ്മൾ നോക്കുക. ബ്രസീൽ
അതുപോലെ താഴെ കാണുന്ന അർജന്റീന, പിന്നെ ചിലി ഒക്കെ എല്ലാവർക്കും അറിയാം. നോർത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു ഗയാന പറഞ്ഞു, നമ്മളൊരു ഫ്രഞ്ച് ഗയാന പറഞ്ഞു. ഗയാന എവിടെയുണ്ട്, ഫ്രഞ്ച് ഗയാന എവിടെയുണ്ട്? അതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമുക്ക് സറിനാം എന്ന് പറയുന്ന രാജ്യമുള്ളത്. ഈ സറിനാം എന്ന് പറയുന്ന രാജ്യം വാസ് ഏർലിയർ നോൺ ആസ് ഡച്ച് ഗയാന. കേട്ടോ, അതായത് നിങ്ങൾ ഈ ഓർഡർ ഓർത്തിരുന്നാൽ മതി. ഗയാന, ഫ്രഞ്ച് ഗയാന ഇവിടെ, അതിന് നടുക്ക് ഡച്ച് ഗയാന. അത് ഗയാന എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് രാജ്യവും സരണാം എന്ന് പറയുന്ന മുൻപ് ഡച്ച് കോളനി ആയിരുന്ന ഡച്ച് ഗയാനയും പിന്നെ ഇപ്പോ ഫ്രഞ്ച് കോളനി ആയിട്ടുള്ള, ഫ്രഞ്ച് ടെറിട്ടറി ആയിട്ടുള്ള, കോളനി എന്ന് പറയാൻ പറ്റില്ല, ഫ്രഞ്ച് ടെറിട്ടറി ആയിട്ടുള്ള ഫ്രഞ്ച് ഗയാന ഉണ്ട്. ഗയാന, ഡച്ച് ഗയാന, ഫ്രഞ്ച് ഗയാന. ഡച്ച് ഗയാന ബിക്കെയിം ഏതാണ്? ഡച്ച് ഗയാന ബിക്കെയിം സറിനാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ വൺ ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്തായിരിക്കും? ഡച്ച് ആയിരിക്കും. 1975 ഇൻഡിപെൻഡന്റ് ആയെങ്കിലും അത് അത്ര ഒരു സ്റ്റേബിൾ രാജ്യമല്ല. ഒരുപാട് മിലിറ്ററി കൂസ് ഉണ്ടായിട്ടുണ്ട്. എത്നിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. യൂഷ്വലി ഇൻഡിജിനസ് പീപ്പിൾ അല്ല. ഇപ്പൊ ബ്രസീൽ, അർജന്റീന പോലെ അവിടുത്തെ ഇൻഡിജിനസ് ആൾക്കാരല്ല. അവിടെ കൂടുതലുള്ളത് ആഫ്രിക്കൻ സ്ലേവ്സ്, കൊളോണിയൽ സമയത്ത് നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്ലേവ്സ്, അതുപോലെ ഇന്ത്യയിൽ നിന്നും അന്നത്തെ ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന ഇൻഡഞ്ചേർഡ് ലേബേഴ്സ്, ഫോഴ്സ്ഡ് ലേബേഴ്സ്. ഇവരൊക്കെയാണ് സുറിനാമില് മെയിൻ ആയിട്ടുള്ള താമസക്കാര്. സുറിനാമില് മെയിൻ ആയിട്ടുള്ള താമസക്കാര്. സുറിനാമിലെ മെയിൻ ആയിട്ടുള്ള താമസക്കാര്. ഓക്കെ, സുറിനാമിലെ മെയിൻ ആയിട്ടുള്ള താമസക്കാര്. അപ്പൊ സുറിനാമിന്റെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഗോൾഡ്, ബോക്സൈറ്റ് മൈനിങ്, ഓയിൽ മൈനിങ്, ഇതൊക്കെ തന്നെയാണ്. സുറിനാമിന്റെ ക്യാപിറ്റൽ അറിഞ്ഞിരിക്കണം പാരാമാരിബോ. കറൻസി അറിഞ്ഞിരിക്കണം സുറിനാമീസ് ഡോളർ. ഈ അടുത്ത് അവരുടെ പ്രസിഡന്റ് വാർത്തയിലുണ്ടായിരുന്നു. കാരണം അത് അവർ പ്രസിഡന്റിന്റെ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ചന്ദ്രിക പ്രസാദ് ചാൻ സംതോക്കി. ചന്ദ്രിക പ്രസാദ് ചാൻ സംതോക്കി ഒരു ഇന്ത്യൻ ഒറിജിൻ പേരാണ്. ഇന്ത്യൻ ഒറിജിൻ ആണ് ആ വ്യക്തി. എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ അവിടെ എത്തിപ്പെട്ടത്? നമ്മൾ കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ? ഇന്ത്യൻ ഇൻഡഞ്ചേർഡ് ലേബേഴ്സ് റീച്ച് സറിനാം ഡ്യൂറിംഗ് കൊളോണിയലിസം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ചന്ദ്രിക പ്രസാദ് ചാൻ സംതോക്കി. അടുത്തൊരു വാർത്ത ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ്. ചില രാത്രികളിൽ നിങ്ങൾ ആകാശം നോക്കുമ്പോൾ ഒരു തിളക്കത്തിൽ ഒരു സാധനം പോകുന്നതാണ്. നമ്മളിൽ പലരും അത് സ്റ്റാർ ആയിട്ട് തെറ്റിദ്ധരിക്കും. ഒരു തിളക്കവും പിന്നെ ചെറിയ ഇതുപോലെ ഒരു വാല് പോലെ നമുക്ക് കാണാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ കോമറ്റ് എന്നൊക്കെ പറയും. പക്ഷെ അത് സാധനം എന്താണ്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ്. ലോ എർത്ത് ഓർബിറ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ആണ്. പല ആസ്ട്രോണറ്റ്സും അവിടെ ഉണ്ട്. അത് എത്രത്തോളം എർത്തിന് എത്ര തവണ ചുറ്റും എന്നൊക്കെ നമുക്കിപ്പോൾ കാണാം. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അതൊരു ആദ്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അത് വാർത്തയിൽ വരാൻ കാരണം അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 25 വർഷമായി. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നോക്കാം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇറ്റ് പാസസ് ഓവർ അവർ ഹെഡ് 16 ടൈംസ് എവറി 24 hours. മനസ്സിലായോ? അപ്പൊ ആ ലോ എർത്ത് ഓർബിറ്റിൽ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ഒരു ദിവസം 24 മണിക്കൂറിൽ 16 തവണ നമ്മുടെ തലയ്ക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. 16 തവണ നമ്മുടെ തലയ്ക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. 8 kilometers per second. 8 kilometers per seconds. Per second. എർത്തിനെ ഒരു തവണ ഫുള്ളായിട്ട് കറങ്ങാൻ അത് എടുക്കുന്ന സമയം 90 മിനിറ്റ് ആണ്. അതൊരു ബേസിക് മാത്സ് ആണ്. 16 into 90 എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് മാത്സിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഈ കാര്യം ഓർത്തിരിക്കണം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സ്പേസ് സ്റ്റേഷൻ, ആസ്ട്രോണറ്റ്സ് പലരും താമസിക്കുന്ന സ്പേസ് സ്റ്റേഷൻ. പലപ്പോഴും നമ്മളവിടെ ഒരു ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതും അവരുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് അറിയാറുണ്ട്. 16 തവണയാണ് 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ തലയ്ക്ക് ചുറ്റും കറങ്ങുന്നത്. രാത്രിയിൽ പലപ്പോഴും നമ്മൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ആദ്യത്തെ സെഗ്മെന്റ് ലോഞ്ച് ചെയ്തത്, സ്പേസിലേക്ക് വിട്ടത് 1998 നവംബർ 20-നാണ്. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? 25 വർഷമായി. കഴിഞ്ഞ നവംബർ 20. ആദ്യത്തെ മൊഡ്യൂൾ ലോഞ്ച് ചെയ്തത് റഷ്യയാണ്. ആദ്യത്തെ മൊഡ്യൂളിന്റെ പേര് സരിയ കൺട്രോൾ മൊഡ്യൂൾ എന്നാണ്. ഓക്കെ, സരിയ കൺട്രോൾ മൊഡ്യൂൾ എന്നാണ്. അതിനുശേഷം പിന്നെ US-ന്റെ നോഡ് 1 മൊഡ്യൂൾ, പിന്നെ അങ്ങനെ പല പല രാജ്യങ്ങളായിട്ട് ഇന്നിപ്പോ അത് മാനേജ് ചെയ്യുന്ന രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, കാനഡ, ജപ്പാൻ, പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസീസ്. അതോ യൂറോപ്പ് കളക്റ്റീവ് ആയിട്ട്. അപ്പൊ ഇന്ത്യക്ക് വലിയ റോളൊന്നുമില്ല. അതുകൊണ്ടാണ് 2030 ഇന്ത്യയുടെ തന്നെ ഒരു സ്പേസ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ US, റഷ്യ, കാനഡ, ജപ്പാൻ, കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളോട് ചേർന്ന് ഏകദേശം 42 ഫ്ലൈറ്റ്സിൽ 42 തവണയായിട്ട് ഓരോരോ പാർട്ട് ഇട്ട് അത് അസംബിൾ ചെയ്താണ് ഇതിനെ ഇപ്പൊ കാണുന്ന രീതിയിലേക്ക് ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആക്കിയത്. ഓക്കെ, ഇന്ത്യ 2030 സ്പേസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ US-ന് ശേഷം, റഷ്യക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കൂടാതെ മിർ എന്ന് പേരുള്ള വേറൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു.
ഇപ്പൊ ആക്റ്റീവ് അല്ല. 86 മുതൽ 2001 വരെ സ്പേസിൽ ഉണ്ടായിരുന്നു മിർ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള വേറൊരു രാജ്യം ചൈനയാണ്. ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ. ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ ഇസ് കംപ്ലീറ്റ്ലി ഓൺ ബൈ ചൈന. 2030 ഇന്ത്യ ഒരു സ്പേസ് സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ ഇന്ത്യ സ്പേസിലേക്ക് മനുഷ്യന്മാരെ അയക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മിഷന്റെ പേരാണ് ഏത്? ഗഗൻയാൻ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ഓഫ് ഇന്ത്യ, ഗഗൻയാൻ. പിന്നെ ശുക്രയാൻ, ശുക്രനിലേക്ക്. ചന്ദ്രയാൻ 1, 2 പോയി, ചന്ദ്രയാൻ 3 വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് മിഷൻസ് ഇസ്രോയുടെ വരുന്നുണ്ട്. നമുക്ക് പതുക്കെ എല്ലാം കാണേണ്ടി വരും. പതുക്കെ എല്ലാം കാണേണ്ടി വരും കേട്ടോ. ഹിമാലയസ് വരാൻ കാരണം നമ്മൾ പറഞ്ഞതാണ്, 41 വർക്കേഴ്സ് ഹിമാലയത്തിനകത്ത് പണിത ഒരു ടണലിൽ പെട്ടുപോയിരുന്നു. അവര് ഫോർച്ചുനേറ്റ്ലി ഇന്ന് രാവിലെ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. ആ ടണൽ എവിടെയാണെന്ന് ചോദിക്കാം. ടണല് സിൽക്യാര ബാർകോട്ട് ടണൽ. സിൽക്യാര ബാർകോട്ട് ടണൽ ലൊക്കേഷൻ ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണത്. യമുനോത്രി നാഷണൽ ഹൈവേയിലാണ് അവർ ആ ടണൽ പണിതത്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരൊക്കെ ഒരു ടണൽ ഇല്ല, അതുപോലെ ടണൽ പണിതു. ഈ ടണൽ അവർ പണിതത് ഹിമാലയാസിലാണ്. ഹിമാലയാസ് വൺ ഓഫ് ദ യങ്സ്റ്റ് ഓൾഡ് മൗണ്ടൻസ് ആണ്. വൺ ഓഫ് ദ യങ്സ്റ്റ് ആണ്, ഓൾഡസ്റ്റ് അല്ല. ആരവല്ലി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രായം കുറവാണ് ഹിമാലയസിന്. ഈ പണിത സ്ഥലം ഇപ്പോഴത്തെ പഠനത്തിൽ മനസ്സിലായത് അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള ലൈം സ്റ്റോണും മറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുകളും ഉള്ള ഒരു ഭാഗത്താണ് ഈ ടണൽ പണിതത്. അതുകൊണ്ട് അത് കൊളാപ്സ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഉത്തരാഖണ്ഡിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പുതിയ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഈ ചാർധം യാത്രയുടെ ഒക്കെ ഭാഗമായിട്ട് ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ സ്ഥലത്തേക്കുള്ള യാത്രകളുടെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഉത്തരാഖണ്ഡില് ഒരു വില്ലേജ് ഒറ്റയടിക്ക് ഇരുന്ന് പോയ വാർത്തകളൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഈ ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു ഡെവലപ്മെന്റ് കാരണം പല ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഈ സിൽക്യാര ബാർകോട്ട് ടണൽ തകർന്നത്. അപ്പൊ ഹിമാലയാസിനെ പറ്റി പറഞ്ഞു. മൗണ്ടൻസ് നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ദർ ആർ ഫോൾഡ് മൗണ്ടൻസ്, ദർ ആർ ബ്ലോക്ക് മൗണ്ടൻസ് എന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഇത് ഒരു ഫോൾഡ് മൗണ്ടന് ഉദാഹരണമാണ്. ഫോൾഡ് മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് നമ്മൾ പഠിക്കുന്നതാണ് രണ്ടുപേര് തമ്മിൽ കൂട്ടി ഇടിച്ചതിന് ശേഷം ഒന്ന് മറ്റൊന്നിന്റെ കീഴിലേക്ക് പോകുന്നില്ല. കാരണം രണ്ടുപേരും തുല്യരാണ്, രണ്ടുപേരും സ്ട്രോങ് ആണ്. അപ്പോൾ രണ്ടുപേരും കൂടെ റൈസ് ചെയ്യും. അങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻസ് റഫ്ലി പറഞ്ഞുണ്ടാകുന്നത്. അപ്പൊ ആരൊക്കെ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോഴാണ് ഹിമാലയാസ് ഉണ്ടായത്? നിങ്ങൾ നോക്കുക, ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും. അതായത് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ ഭാഗത്ത് നിന്നിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ് മാസ് നോർത്തിലേക്ക് മൂവ് ചെയ്ത്, പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ട് നോർത്തിലേക്ക് മൂവ് ചെയ്ത് ഈ ഇന്ത്യൻ പ്ലേറ്റും ഈ യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഹിമാലയാസ് റൈസ് ചെയ്ത് ഹിമാലയാസ് ഉണ്ടായത്. ഇപ്പോഴും ഹിമാലയാസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പ്ലേറ്റ് നോർത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കിപ്പോ കാണാം. ഇറ്റ് ബിഗാൻ ടു ഫോം ഫ്രം 40 to 50 മില്യൺ ഇയേഴ്സ് അഗോ. അപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി ആരവല്ലീസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ പ്ലേറ്റ് ആണ് ഹിമാലയ. ഇപ്പോഴും മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ എർത്ത് കാണുന്നത്. ഹിമാലയാസിനെ 3 പാരലൽ റേഞ്ച് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. 3 പാരലൽ റേഞ്ച്. ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റേഞ്ചിനെ വിളിക്കുന്നതാണ് വിളിക്കുന്നവരാണ് ഹിമാദ്രി, അല്ലെങ്കിൽ ഗ്രേറ്റ് ഹിമാലയാസ്, അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. ഹിമാലയത്തിലെ ഏറ്റവും പൊക്കം കൂടിയ, അതായത് 6000 മീറ്ററിന് മുകളിലേക്ക് പൊക്കം കൂടി, ഇപ്പൊ നമ്മളിവിടെ എവറസ്റ്റ് ഒക്കെ പറയും, മൗണ്ട് എവറസ്റ്റ് പറയും, ഇവിടെ കാരക്കോറം റേഞ്ചിലെ കുറച്ച് കാര്യങ്ങൾ പറയും, നന്ദാദേവി ഒക്കെ പറയും. അങ്ങനെ ഹിമാലയത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മൗണ്ടൻസ് ഉള്ളത് ഈ ഇന്നർ റേഞ്ചിലാണ്, ഈ ഹിമാദ്രിയിലാണ്. ഈ ഹിമാദ്രിക്ക് പാരലൽ ആയിട്ടുള്ള രണ്ടാമത്തെ റേഞ്ച് ഉണ്ട്. ആ പാരലൽ ആയിട്ട് രണ്ടാമത്തെ റേഞ്ചാണ് ഹിമാചൽ. ഹിമാദ്രിക്ക് പാരലലാണ് താഴെ കിടക്കുന്നതാണ് ഹിമാചൽ, അല്ലെങ്കിൽ ലെസർ ഹിമാലയ. ലെസർ ഹിമാലയ അത് കുറച്ചുകൂടെ കുറഞ്ഞ മൗണ്ടൻസ് ആണ്. ഏറ്റവും പൊക്കം കുറഞ്ഞ നമ്മുടെ യൂഷ്വൽ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ, കുളു മണാലി പോലുള്ള ഹിൽ സ്റ്റേഷൻസ് ഉള്ള മൂന്നാമത്തെ പാരലൽ റേഞ്ചാണ് ശിവാലിക്സ്. ഈ ഉത്തരാഖണ്ഡിന്റെ ഒക്കെ ഭാഗത്തുമ്പോഴത്തേക്കും ഇത് ശിവാലിക് ആവും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഇന്ത്യൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഈസ് സ്റ്റിൽ മൂവിങ് ടുവേർഡ്സ് യൂറേഷ്യൻ പ്ലേറ്റ്. അതുകൊണ്ട് ഓരോ വർഷവും ഓൺ ആൻ ആവറേജ് 2 സെന്റിമീറ്റർ വെച്ച് നമ്മുടെ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിന്റെ പൊക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ എവറസ്റ്റിന്റെ പൊക്കം പഠിക്കുന്നത് കാലക്രമേണ 50 വർഷം പൊക്കം കൂടിക്കൊണ്ടിരിക്കും. ഒരുപാട് കൂടും, മീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അതിനോടനുബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എർത്ത് പോലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അടുത്ത എർത്തിനകത്ത് കണ്ടുപിടിച്ച പുതിയൊരു ലെയറിനെ പറ്റിയാണ്. അക്കോർഡിംഗ് ടു എ ന്യൂ റിസർച്ച്, എ ന്യൂ ലെയർ കോൾഡ് ഇ പ്രൈം ലെയർ വാസ് ഫോംഡ് ആസ് എൻ ഔട്ടർ പാർട്ട് ഓഫ് എർത്ത്സ് കോർ. അപ്പൊ എർത്തിന് നമുക്ക് പല ലെയറുകൾ അറിയാം. എർത്തിന്റെ
കോർ അറിയാം, അതിന് പുറത്ത് എന്താണ് മാൻഡിൽ അറിയാം, എർത്തിന്റെ ക്രസ്റ്റ് അറിയാം. അതായത് ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും അകത്തുള്ള പാർട്ടാണ് എർത്തിന്റെ കോർ. ആ എർത്തിന്റെ ഔട്ടർ കോറിൽ ഒരു പുതിയ ലെയർ ഫോം ചെയ്തു. ഏതാണ്? ഈ പ്രൈം ലെയർ. അതിന് പറയാൻ കാരണം എർത്തിൽ നിന്നുള്ള സർഫസ് വാട്ടർ പെനട്രേറ്റ് ചെയ്ത് ഈ ഭാഗത്ത് എത്തുകയും ഒരു പുതിയ ലെയർ ഉണ്ടായി. ഒരു പുതിയ കോമ്പോസിഷൻ കാരണം അവിടെയുള്ള വെള്ളം അകത്തേക്ക് നിന്ന് റിയാക്ഷൻ നടന്ന അവിടുത്തെ കോമ്പോസിഷൻ മാറി പുതിയൊരു തരം ലെയർ ഉണ്ടായി, ഈ പ്രൈം ലെയർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എർത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി ബ്രീഫ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ക്രസ്റ്റ്, മാൻഡിൽ, കോർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് എർത്ത്. എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ടാണ്. നമ്മൾ ഈ കാണുന്ന മൗണ്ടൻസും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന ഭാഗമാണ് എർത്തിന്റെ ക്രസ്റ്റ്. അതിൽ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്. ഓഷ്യാനിക് ക്രസ്റ്റ് കുറെ കൂടെ തിന്നറാണ്. ഓക്കെ, ഓഷ്യാനിക് ക്രസ്റ്റ് കുറെ കൂടെ തിന്നറാണ്. ഹെവി റോക്സ് ആണ്. അവരുടെ ഡെൻസിറ്റി ചോദിക്കാം. NCERT നിന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. 3 gram/cm³. സിമ്പിൾ ആയിട്ട് അവരുടെ ഡെൻസിറ്റി ചോദിക്കാം. ഓക്കെ, ഈ ഓഷ്യാനിക് ക്രസ്റ്റിൽ കൂടുതലായിട്ട് കാണുന്ന ടൈപ്പ് റോക്ക് ഏതാണെന്ന് ചോദിക്കാം. ബസാൾട്ട്. ഇതൊക്കെ NCERT നിന്നുള്ള ഡയറക്റ്റ് കണ്ടന്റ് ആണ് കേട്ടോ. അത് അതുപോലെ എടുക്കാൻ കാരണം അതുപോലെ ചോദിക്കുന്നുള്ളത് കൊണ്ടാണ്. ഔട്ടർ ക്രസ്റ്റിൽ, അതായത് ഈ ക്രസ്റ്റിന്റെ ഔട്ടർ ക്രസ്റ്റിലുള്ള മെയിൻ മെറ്റീരിയൽ ആണ് അവർ സിയാൽ എന്ന് അറിയപ്പെടുന്നത്. സിയാൽ എന്ന് വെച്ചാൽ സിലിക്ക ആൻഡ് അലുമിനിയം. ഓക്കെ, സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്ക ആൻഡ് അലുമിനിയം. ഇന്നർ ക്രസ്റ്റ്, ക്രസ്റ്റിന്റെ അകത്തുള്ള ഭാഗം അറിയപ്പെടുന്നത് സിമ എന്നാണ്. സിലിക്ക ആൻഡ് മഗ്നീഷ്യം. അപ്പൊ സിയാലുമായി സിമയായി. ക്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഏത്? മാൻഡിൽ. ഈ മാൻഡിലിന്റെ അപ്പർ പോർഷൻ, ഈ മാൻഡിലിന്റെ ഈ അപ്പർ പോർഷനെ, ക്രസ്റ്റിന് തൊട്ട് താഴെ മാൻഡിലിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ആസ്തനോസ്ഫിയർ. ആസ്തനോസ്ഫിയർ, ആസ്തനോസ്ഫിയർ. ആസ്തനോസ്ഫിയർ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരാറുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല. എന്താണ്? ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് മാഗ്മ. ഈ മാഗ്മ എർത്തിന്റെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഒഴുകി 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 ലാവിയായിട്ട് വെളിയിൽ വരില്ലേ? അതിന്റെ സോഴ്സ് എവിടെയാണ്? ഈ പറയുന്ന ആസ്തനോസ്ഫിയറിലാണ്. ക്രസ്റ്റിന്റെ തൊട്ട് താഴെ. പിന്നെ ആരുടെ തൊട്ട് മുകളിലാണ്? മാൻഡിലിന്റെ തൊട്ട് മുകളിൽ, ക്രസ്റ്റിന് തൊട്ട് താഴെ. അവിടെ ഡെൻസിറ്റി കുറെ കൂടെ കൂടുതലാണ്. 3.4 ആയി. 3.4 ആയി. ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് മാൻഡിൽ ആർ കോൾഡ് ലിത്തോസ്ഫിയർ. നമ്മുടെ ഈ റോക്ക് മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന ആ ഒരു ഏരിയനെ നമ്മൾ അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ എന്ന് ക്ലാസിഫൈ ചെയ്യും. നിങ്ങൾ ബേസിക് ജിയോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കാണും. അപ്പൊ ഈ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രസ്റ്റിനെയും തൊട്ട് താഴെയുള്ള മാൻഡിലിന്റെ അപ്പർ പോർഷനാണ്. ഏറ്റവും അകത്തുള്ള എർത്തിന്റെ ഭാഗമാണ് ഏത്? കോർ. കോറിന് രണ്ട് ഭാഗമുണ്ട്. ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. കേട്ടോ, ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഡെൻസിറ്റി വീണ്ടും കൂടി എത്രയായി? 5 gram/cm³ ആയി. ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. ചില സ്ഥലത്ത് ഡീപ്പ് ഇൻസൈഡ് ദ കോർ 13 gram/cm³ ആണ്. ഈ കോർ എന്ന് പറയുന്നത് മിനറൽ റിച്ച് ആണ്. പർട്ടിക്കുലർലി രണ്ട് മിനറലാണ് കാണുന്നത്, നിക്കലും അയണും. അപ്പോ NiFP, നൈഫ് എന്ന് വിളിക്കും. അപ്പോ സിയാൽ ഓർത്തിരിക്കണം, ഏറ്റവും പുറത്താണ്. കുറച്ചുകൂടെ താഴെ സിയാൽ, സിമ, നൈഫാണ് കോറിനകത്തുള്ളത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. സൈക്ലോൺ മിഥിലി ഇന്ത്യയിൽ അത്ര നാശനഷ്ടം ഉണ്ടാക്കിയില്ല. എന്നാലും ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വി എക്സ്പെക്ട് സൈക്ലോൺ മിഥിലി ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കി അറിയാം, ഓരോ സൈക്ലോണിനും ഓരോ പേരാണല്ലേ, പല പല പേരാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്. ചിലത് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരാണ് ഈ സൈക്ലോൺസിനെ നെയിം ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. റീസെന്റ് ആയിട്ട് വന്ന സൈക്ലോൺസിനെ നെയിം ചെയ്ത രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം. സൈക്ലോൺ മിഥിലിയെ നെയിം ചെയ്തത് ബംഗ്ലാദേശ് അല്ല. കാര്യം ഇമ്പാക്ട് ബംഗ്ലാദേശിലാണെങ്കിലും അതിനെ നെയിം ചെയ്തത് മാൽദീവ്സ് ആണ്. ഓക്കെ, അപ്പോ രണ്ടു തരം സൈക്ലോൺസ് ഉണ്ട്, ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും. നമ്മുടെ ട്രോപ്പിക്കൽ ഭാഗം, നമ്മൾ ട്രോപ്പിക്സ് എന്നാണ് ഡിസ്കസ് ചെയ്തു. ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ നെയിം ചെയ്യുന്നത് അവിടെയുള്ള റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെന്റേഴ്സ് ആണ്. അങ്ങനെ ഒരു മെറ്റീരിയോളജിക്കൽ സെന്റർ ആണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യക്കകത്തുള്ള IMD. നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് മഴ പെയ്യും, ഇന്ന സ്ഥലത്ത് യെല്ലോ അലേർട്ട്. നമ്മൾ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയില്ല, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ നെയിം ചെയ്യുന്ന റീജിയണൽ ആയിട്ട് കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. 6 സെന്റേഴ്സ് ഉണ്ട് ഗ്ലോബലി. അതിൽ ഒരെണ്ണമാണ് ഏത്? നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. 2004 മുതലാണ് സൈക്ലോൺസിനെ നെയിം ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പം, പറയാനുള്ള എളുപ്പത്തിനാണ് സൈക്ലോൺസിനെ നെയിം ചെയ്യാൻ തുടങ്ങിയത്. അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ്: ഒരു പൊളിറ്റിക്കൽ നെയിം ആവാൻ പാടില്ല, അത് റിലീജിയസ് ഫിഗർ ആവാൻ പാടില്ല. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് സൈക്ലോണിനെ നെയിം ചെയ്യാൻ.
അപ്പോൾ ഈ ഇന്ത്യ അടങ്ങുന്ന ഈ ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്തെ സൈക്ലോൺസിനെ നെയിം ചെയ്യാനായിട്ട് 13 രാജ്യങ്ങളുണ്ട്. WMO എന്ന് പറഞ്ഞാൽ വേൾഡ് മെറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യലൈസ് ഏജൻസിയാണ്. അതിൽ 13 രാജ്യങ്ങളാണ്. നമ്മൾ നോക്കുക, നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങളൊക്കെ തന്നെയാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാൽദീവ്സ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ. അതായത് പ്രധാനമായിട്ടും ഈ പറയുന്ന അറേബ്യൻ പെനിൻസുലയിലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, ഇന്ത്യയുടെ നെയ്ബേഴ്സ്, അത് കൂടാതെ കുറച്ച് മാറിയിട്ടുള്ള തായ്ലൻഡ്. ഓക്കെ, ഇത്ര പേരാണ് മെയിൻ ആയിട്ട് ഇതിനെ പേരിടുന്നത്. അപ്പൊ ഇതിന് ഓരോ ഓർഡർ ഉണ്ട്. ഇവരുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പേര് പോകുന്നത്. ഇനി മുന്നോട്ട് വരുന്ന സൈക്ലോൺസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ഈ ആസ്ട്രോളജി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഈ പറയുന്ന 13 രാജ്യങ്ങൾ യൂഷ്വലി അവർ 8 പേര് വെച്ച് കൊടുക്കും. അപ്പൊ ഏകദേശം നമുക്ക് എത്ര പേരായി? 8 പേരാണെന്നാണ് എന്റെ ഓർമ്മ, അതോ 13 പേരാണ്, എനിക്ക് ക്ലിയർ അല്ല. ഓരോ രാജ്യങ്ങളും ഇത്ര പേര് വെച്ച് കൊടുക്കും. എന്നിട്ട് ഓരോ രാജ്യങ്ങളുടെ പേര് മാറി 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 ഉപയോഗിക്കും. അപ്പോൾ ഇപ്പൊ നമുക്ക് സൈക്ലോൺ മിഥിലി കഴിഞ്ഞു. അടുത്ത നിങ്ങൾ വാർത്തയിൽ വായിക്കാൻ പോകുന്ന സൈക്ലോണിന്റെ പേരായിരിക്കും മിച്ചാങ്. പിന്നെ നിങ്ങൾ വായിക്കാൻ പോകുന്ന പേരായിരിക്കും റെമാൽ. ഇതൊക്കെ ആരാണ് നെയിം ചെയ്തത്? വളരെ ഈസിയാണ്. നിങ്ങൾ ഇവിടെ നോക്കുക. നമ്മൾ പറഞ്ഞു മാൽദീവ്സ് ആണ് ഇപ്പൊ പറഞ്ഞ സൈക്ലോൺ നെയിം ചെയ്തെന്ന് പറഞ്ഞു അല്ലെ. മിഥിലിയെ നെയിം ചെയ്തത് നമ്മൾ പറഞ്ഞു മാൽദീവ്സ് ആണെന്ന്. അപ്പൊ മാൽദീവ്സ് കഴിഞ്ഞാൽ വരുന്ന അടുത്ത രാജ്യം ഏതാണ്? മ്യാൻമർ ആണ്. മ്യാൻമർ നെയിം ചെയ്താണ് മിച്ചാവും. മ്യാൻമർ കഴിഞ്ഞാൽ വരുന്നതാണ് ഏത്? ഒമാൻ. ഒമാൻ നെയിം ചെയ്താണ് റെമാൽ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് യമന്റെ ഒരു സൈക്കിൾ വരെ പോകും. പിന്നെ വീണ്ടും ബംഗ്ലാദേശിന്റെ ഒരു സൈക്കിൾ വരെ വച്ച് തുടങ്ങും. അങ്ങനെ ഈ 13 രാജ്യങ്ങൾ ഒരു സൈക്ലിക് ആയിട്ടാണ് നെയിം ചെയ്യുന്നത്. ഇന്ത്യ ഇതിനു മുന്നേ നെയിം ചെയ്ത പ്രധാനപ്പെട്ടവരാണ്. അതുപോലെ മുന്നേ നെയിം ചെയ്ത് വരാൻ പോകുന്നതാണ് ഗതി, തേജ്. ഇനി വരാൻ പോകുന്നതിന്റെ പേരായിരിക്കും മുരസ്, ആഗ് തുടങ്ങിയ പേരുകൾ. ഓക്കെ, അപ്പോ സൈക്ലോൺസിന്റെ നെയിം ഒക്കെ ഓൾമോസ്റ്റ് ഓൾറെഡി ഫിക്സഡ് ആണ്. ഈ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തൊട്ടടുത്ത ലിസ്റ്റ് വീണ്ടും വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണ് എല്ലാവർക്കും? ഇതുവരെ ക്ലിയർ ആണോ? 19 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. ഇതുവരെ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 20ാമത്തെ ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഈ അടുത്ത് വായിച്ചിട്ടുണ്ടാവും, IFFI വീണ്ടും തുടങ്ങുവാണ്. IFFI വീണ്ടും തുടങ്ങുവാണ്. അപ്പൊ IFFI വാർത്തയിലുണ്ടായിരുന്നു. എന്താണ് IFFI? ആരാണ് അത് നടത്തുന്നത്? എവിടെയാണ് അത് നടത്തുന്നത്? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ദ 54th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, IFFI, എവിടെ? നവംബറിലും ഡിസംബറിലായിട്ട് ഗോവയിലാണ് നടക്കുന്നത്. ഇനി മുതൽ IFFI എവിടെ നടക്കുന്നു വെച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഗോവ എന്ന് പറയാം. ഓക്കെ, കണ്ണും പൂട്ടി ഗോവ എന്ന് പറയാം. അത് അനൗൺസ് ചെയ്ത വ്യക്തിയാണ് ശ്രീ അനുരാഗ് താക്കൂർ. അദ്ദേഹം ആരാണ്? അദ്ദേഹം എന്തിനാണ് അത് അനൗൺസ് ചെയ്തത്? നമുക്ക് വഴിയെ കാണാം. ഓർത്തിരിക്കുക, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ എഡിഷൻ ഈ അടുത്തൊന്നുമല്ല തുടങ്ങിയത്. 1952 തുടങ്ങിയതാണ്. 1952 തുടങ്ങിയപ്പോൾ IFFI നടത്തിയത് മുംബൈയിലാണ്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലൊട്ടാകെ പല പല വെന്യൂസിൽ വെച്ച് അവർ നടത്തി. 2004 മുതൽ 35ാമത്തെ എഡിഷൻ മുതൽ പെർമനന്റ് വെന്യൂ ഗോവയാണ്. അപ്പൊ ഇനി മുതൽ എവിടെയായിരിക്കും? ഗോവയിലായിരിക്കും. ഈ IFFI ഓർഗനൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NFDC, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അത് വരുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ആ യൂണിയൻ മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആണ് ആര്? ശ്രീ അനുരാഗ് സിംഗ് താക്കൂർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഏത് ആദ്യത്തെ വർഷം, ആദ്യത്തെ വെന്യൂ, ഇപ്പോഴത്തെ സ്ഥിരമായിട്ടുള്ള വെന്യൂ, ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് മിനിസ്ട്രി, ഇത്രയും അറിഞ്ഞത് കൂടാതെ കറണ്ട് അഫയേഴ്സ്. ഈ ഒരു പർട്ടിക്കുലർ 54th എഡിഷൻ എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. 54th എഡിഷനിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കാം. 54th എഡിഷനിൽ സ്പെഷ്യൽ റെക്കഗ്നിഷൻ ഫോർ കോൺട്രിബ്യൂഷൻ ടു ഭാരതീയ സിനിമ, ഒരു ഇന്ത്യൻ സിനിമ അവാർഡ് കൊടുത്ത ആക്ടർ ആരാണെന്ന് ചോദിക്കാം. ആ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിന്റെ പേരാണ് മാധുരി ദീക്ഷിത്. കേട്ടോ, സ്പെഷ്യൽ റെക്കഗ്നിഷൻ ഫോർ കോൺട്രിബ്യൂഷൻ ടു ഭാരതീയ സിനിമ. ഓക്കെ, സ്പെഷ്യൽ റെക്കഗ്നിഷൻ ഫോർ കോൺട്രിബ്യൂഷൻ ടു ഭാരതീയ സിനിമ, അതാണ് മാധുരി ദീക്ഷിത്. പിന്നീട് ഈ സിനിമ, ഈ ഒരു ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ ഒരു ഓപ്പണിംഗ് ഫിലിം ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു മിഡ് ഫെസ്റ്റ് ഫിലിം ഉണ്ടാവും. അവസാനം ഒരു ക്ലോസിംഗ് ഫിലിം ഉണ്ടാവും. ഇതിന്റെ പേര് ഓർത്തിരിക്കണം. ഓപ്പണിംഗ് ഫിലിമാണ് ക്യാച്ചിങ് ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഡ്രാമ ഡയറക്ടഡ് ബൈ സ്റ്റുവർട്ട് ഗാർഡ്.
ഓക്കെ, അതായിരുന്നു ഓപ്പണിംഗ് ഫിലിം ക്യാച്ചിങ് ടെസ്റ്റ്. ഈ ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ കാണിക്കുന്ന പടമായിരിക്കും ദ ഫെദർ വെയിറ്റ്. ഒരു സ്പോർട്സ് ഡ്രാമയാണ്, അമേരിക്കൻ സ്പോർട്സ് ഡ്രാമയാണ്, ഡയറക്ടഡ് ബൈ റോബർട്ട്, എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, കൊളോഡൻ അല്ലെങ്കിൽ കൊളോൺ എന്നായിരിക്കാം. 3 മിഡ് ഫെസ്റ്റ് ഫിലിം ആ ഒരു ഇത്ര ഡേറ്റിന് ഇടയ്ക്ക് കാണിക്കുന്ന, അതിന്റെ മിഡിൽ കാണിക്കുന്ന പടമാണ് എബൌട്ട് ഡ്രൈ ഗ്രാസസ്. ഒരു ടർക്കിഷ് ഡ്രാമയാണ്, ഡയറക്ടഡ് ബൈ നൂറി ബിൽഗെ സെയ്ലാൻ എന്നാണ് പ്രൊണൗൺസിയേഷൻ വിശ്വസിക്കാം. ഇതിനിടയ്ക്ക് ഒരുപാട് കാറ്റഗറീസിൽ ഒരുപാട് സിനിമകൾ അവർ പ്രദർശിപ്പിക്കും. എനിക്ക് പ്രാവശ്യം 100-ൽ പരം സിനിമകൾ പ്രദർശിപ്പിക്കും. അതിൽ ഒരുപാട് ഇന്ത്യൻ സിനിമകൾ ഉണ്ടാവും, പല പല കാറ്റഗറീസിലുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഈ 3 രാജ്യങ്ങളെ ഓർത്തിരിക്കുക. 21ാമത്തെ വാർത്ത അർജന്റീനയാണ്. അർജന്റീനയിലെ വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അർജന്റീനയിലെ ഇലക്ഷന്റെ സമയത്ത് എൽ ലോക്കോ, നമ്മൾ എൽ ചാപ്പോ എന്നൊക്കെ നമ്മൾ കൊളംബിയ, അർജന്റീന ഒക്കെ ഡ്രഗ് കാർട്ടലൊക്കെ പഠിക്കുമ്പോൾ കേൾക്കുന്ന പേരാണ്. എൽ ലോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാഡ് മാൻ എന്നാണ് അർത്ഥം. ദ മാഡ് മാൻ എന്ന് ക്രിട്ടിക്സ് വിശേഷിപ്പിച്ച, അർജന്റീൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വിശേഷിപ്പിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരാണ് ജാവിയർ മിലൈ. അദ്ദേഹം അർജന്റീനയുടെ പ്രസിഡന്റ് ആയിട്ട് ജയിച്ചു. അപ്പോ സൗത്ത് അമേരിക്കയിലുള്ള റൈറ്റ് വിങ് ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയുള്ളവർ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാർ ആള് ജയത്തിന് ആഘോഷിച്ചു. പക്ഷെ ലെഫ്റ്റിലുള്ളവര്, പ്രത്യേകിച്ച് ബ്രസീൽ ഇപ്പോൾ ഭരിക്കുന്നത് ലുലാ സിൽവ എന്ന് പറയുന്ന വ്യക്തിയാണ്, ലുലാ ഡാ സിൽവ. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവുള്ള ലെഫ്റ്റിസ്റ്റ് ആൾക്കാരാണ്, അവരൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു ആ ഇലക്ഷൻ. അപ്പൊ ഇയാൾ പറഞ്ഞ കുറെ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ ഉണ്ട്. ഏറ്റവും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്താണ്? അർജന്റീനിയൻ പിസോ മാറ്റും ഞാൻ, അവരുടെ കറൻസി ആയിട്ടുള്ള പിസോ മാറ്റിയിട്ട് ഞാൻ US$ ഇംപ്ലിമെന്റ് ചെയ്യും, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള. അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് പ്രപ്പോസ് ചെയ്ത വ്യക്തി ജയിച്ചു. ആ വ്യക്തി ജയിക്കാൻ കാരണം ആ വ്യക്തി പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ്. ഈ അർജന്റീനയില് പോവർട്ടി വളരെ കൂടുതലാണ്, ആൾക്കാരുടെ ദാരിദ്ര്യം വളരെ കൂടുതലാണ്, കറപ്ഷൻ കൂടുതലാണ്, ക്രൈം റേറ്റ് കൂടുതലാണ്, തുടങ്ങിയ കാര്യങ്ങൾ. അതിനെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ്, നമുക്കറിയാം ബ്രസീലിൽ നേരത്തെ ഉണ്ടായിരുന്ന ജെയിർ ബോൾസൊനാരോ ഒരു തവണ ഇന്ത്യൻ റിപ്പബ്ലിക്കിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മൂപ്പര് തോറ്റു. അപ്പോ ആ വ്യക്തി ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആമസോൺ ഫോറസ്റ്റിലെ ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാർത്തകൾ ആൾ നിറഞ്ഞു നിന്നിരുന്നു. അപ്പൊ അതുപോലെ ഒരുപക്ഷെ ജാവിയർ മിലയും ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വാർത്തയിൽ നിറഞ്ഞു കാണും. അർജന്റീനയെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് ദ 8th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. നമുക്കറിയാം ഇന്ത്യ ഇസ് 7th ലാർജസ്റ്റ് കൺട്രി, അതിനുശേഷം വരുന്നതാണ് അർജന്റീന. ഇറ്റ് ഈസ് ദ 2nd ലാർജസ്റ്റ് കൺട്രി ഇൻ സൗത്ത് അമേരിക്ക ആഫ്റ്റർ ബ്രസീൽ. ബ്രസീലാണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൺട്രി. അർജന്റീന എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, എന്താ സൗത്ത് അമേരിക്കയുടെ ഏറ്റവും സൗത്തിൽ കാണുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് അർജന്റീനയും, 2 ചിലി. ഈ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ, കോപ്പ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോൾ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഉറുഗ്വായ്, അർജന്റീന, ചിലി, ബൊളീവിയ, ബ്രസീൽ, പാരഗ്വേ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരുകളാണ്. ചിലി എന്ന് പറയുന്നത് ചെറിയ ഒരു കോസ്റ്റൽ രാജ്യമാണ്. അർജന്റീനയാണ് ആ സൗത്തിലെ ഒരു പ്രധാന ഭാഗവും. ഓക്കെ, അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ, പ്രധാനപ്പെട്ട മൗണ്ടൻ ആണ് ഏത്? ഓർത്തിരിക്കണം, ആൻഡിയൻ മൗണ്ടൻ. അതിന്റെ ബോർഡേഴ്സ് ഇപ്പൊ ഫിഗർ ചെയ്യുന്ന നമുക്കറിയാം. ചിലി ബോർഡേഴ്സ് നമുക്ക് ഫിഗർ ചെയ്യുന്ന അറിയാം. ചിലി, ഉറുഗ്വേ, ബൊളീവിയ, പരാഗ്വേ, ബ്രസീൽ. ഇപ്പൊ ബ്രസീൽ അർജന്റീന തമ്മിൽ ഈ അടുത്ത വാർത്തയിൽ ഉണ്ടായിരുന്നു. ഒരു ബ്രസീലിൽ നടന്ന, മാരക്കാനയിൽ വെച്ച് നടന്ന ഒരു മാച്ചിന് ഇടയിൽ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചതും അതിന്റെ പേരിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും എതിരെ ആക്ഷൻ ഉണ്ടാവും, ഫിഫയുടെ ആക്ഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വാർത്തയിൽ വായിച്ചിരുന്നു. ഓർത്തിരിക്കുക, ഇവിടെ ഒരു ഐലൻഡ്സ് ഉണ്ട്. ആ ഐലൻഡിനെ വിളിക്കുന്ന പേരാണ് ഫാക്ലാൻഡ് ഐലൻഡ്. ഓക്കെ, ഈ ഫാക്ലാൻഡ് ഐലൻഡ്സ് അർജന്റീനയ്ക്ക് അടുത്താണെങ്കിലും ഓൺ ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡം ആണ്. അർജന്റീനയും UK തമ്മിൽ ഇപ്പോഴും തീരാതെ ആക്റ്റീവായി നിൽക്കുന്ന പ്രശ്നങ്ങളൊന്ന് ഹൂഷാലോൺ ഫാക്ലാൻഡ് ഐലൻഡ് എന്നാണ്. ഇതൊരു കൊളോണിയൽ ചരിത്രമാണ് കേട്ടോ. അർജന്റീന അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, മെസ്സി സ്പെയിനിലെ ബാഴ്സലോണയിൽ വർഷങ്ങളോളം കളിച്ച വ്യക്തിയാണ്. ഫ്ലൂവന്റ് ആയിട്ട് സ്പെയിൻ പറയുക. അതിന് വേറെ കാരണമൊന്നുമില്ല. അർജന്റീന വാസ് എ സ്പാനിഷ് കോളനി, ജസ്റ്റ് ലൈക്ക് ബ്രസീലും ഒക്കെ പോർച്ചുഗീസ് കോളനി ആയിരുന്നു. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഫ്ലൂവന്റ് ആയിട്ട് സംസാരിക്കുന്നത്. അർജന്റീനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആയത്. അർജന്റീനയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ബ്യൂണസ് ഐറസ്. ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ് ആൽബർട്ടോ ഫെർണാണ്ടസ്. പക്ഷെ അത് മാറിയിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലോക്കോ എന്ന് പറയുന്ന മാൻമാർ എന്ന് വിളിക്കുന്ന വ്യക്തി വരുമെന്നാണ് പറയുന്നത്. നിലവിലെ കറൻസി അർജന്റീൻ പിസോയാണ്. ഒരുപക്ഷെ നാളെ നമ്മളത് $എന്ന് കേട്ടേക്കാം. അപ്പൊ ഓർത്തിരിക്കുക, ആളുടെ പേരെന്താണ്? ജാവിയർ മിലൈ. ഗൂഗിൾ ചെയ്ത ആളുടെ ഫിഗർ കാണാൻ ശ്രമിക്കുക, ആ വ്യക്തിയെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ മുൻ UK പ്രസിഡന്റ് ആയിരുന്ന ബോറിസ് ജോൺസന്റെ ഒരു കണ്ണട വെച്ച ഒരു പ്രകൃതമാണ് നീലക്കണ്ണുള്ള ഈ വ്യക്തി കേട്ടോ. 22ാമത്തെ ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ ഈ അടുത്ത് നമ്മുടെ
ഉത്തരാഖണ്ഡിൽ നമ്മൾ പറഞ്ഞു ഒരു ടണൽ കൊളാപ്സ് ചെയ്തു. അപ്പൊ അതിലുള്ള ആൾക്കാരുടെ കുറച്ച് റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിലെ ചില ട്രീറ്റികൾ ഒപ്പിട്ടിട്ടില്ല. അത് ഒപ്പിടണം, പ്രത്യേകിച്ച് വർക്കേഴ്സ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റി ഒപ്പിടണം എന്ന് ഒരു കൂട്ടം ട്രേഡ് യൂണിയൻസ്, CATU പോലുള്ള INTUC പോലുള്ള ഒരു കൂട്ടം ട്രേഡ് യൂണിയൻസ് ആവശ്യപ്പെട്ടു. അതാണ് വാർത്തയിലുള്ളത്. ഇന്ത്യയിൽ നിലവിൽ വർക്ക് സേഫ്റ്റി അല്ലെങ്കിൽ വർക്കേഴ്സ് സേഫ്റ്റി കവർ ചെയ്തിട്ടുള്ള ഒരു കോഡിലാണ് വളരെ റീസെന്റ് ആയിട്ട് 2023 3 വർഷം മുന്നേ പാസ് ചെയ്ത കോഡിന്റെ പേരാണ് വെരി ഇമ്പോർട്ടന്റ് ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ILO പറ്റി ഓർത്തിരിക്കാം. ILO-യിൽ ഇന്ത്യ സൈൻ ചെയ്ത കൺവെൻഷൻസ് നോക്കാം. അതുകൂടാതെ വെരി ഇമ്പോർട്ടന്റ്ലി സൈൻ ചെയ്യാത്ത കൺവെൻഷൻസ് അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ ബോഡിയാണ്. പക്ഷേ അത് 1945 UN ചാർട്ടർ പ്രകാരമാണ് യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേൾഡ് വാർ 1 ശേഷം വന്ന ഒരു ട്രീറ്റിയാണ് ഇത്, ദ ട്രീറ്റി ഓഫ് വെർസൈലസ്. വെർസൈലസ് ട്രീറ്റി, വെർസൈലസ് ഉടമ്പടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന്റെ ഔട്ട്കം ആയിരുന്നു എന്ത്? ലീഗ് ഓഫ് നേഷൻസ്. ഈ ലീഗ് ഓഫ് നേഷൻസ് വന്നതിന്റെ കൂടെ വന്ന ഒരു ഓർഗനൈസേഷൻ 1919 വന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ 1946 യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയപ്പോൾ ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. കാരണം വേറൊന്നുമല്ല, ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് മച്ച് ബിഫോർ ദ യുണൈറ്റഡ് നേഷൻസ് ഇറ്റ്സെൽഫ്. അതാണ് കാരണം. ഹെഡ് ക്വാർട്ടേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ജനീവ, സ്വിറ്റ്സർലൻഡിലാണ്. യുണൈറ്റഡ് നേഷൻസിൽ 193 രാജ്യങ്ങളിൽ മെമ്പർ ആയിട്ടുള്ളപ്പോൾ ILO-യിൽ 187 രാജ്യങ്ങളെ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. പല രാജ്യങ്ങളും ഇതിൽ മെമ്പേഴ്സ് അല്ല. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഒന്ന് നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ഭൂട്ടാൻ, 2 വർക്കേഴ്സ് സേഫ്റ്റിക്കൊക്കെ യാതൊരു വിലയും കൊടുക്കാത്ത, 3 യൂറോപ്പിലെ രാജ്യമായിട്ടുള്ള ലിക്റ്റൻസ്റ്റൈൻ. ഓക്കെ, ഈ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് യുണൈറ്റഡ് നേഷൻസിൽ ഉണ്ടെങ്കിലും ILO-യുടെ മെമ്പർ അല്ലാത്തത്. ഡയറക്ടർ ജനറൽ ഓർത്തിരിക്കണം, ചോദിക്കും. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലാണ് ഗിൽബർട്ട് ഹൊങ്കോ എന്ന് പറയുന്ന ഒരു ടോഗോളീസ് പൊളിറ്റീഷ്യൻ. ടോഗോ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതാണ് നമ്മുടെ ആഫ്രിക്കയുടെ മാപ്പെങ്കിൽ ഏകദേശം ഒരു ആഫ്രിക്കയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലെ? തോന്നണം. അതല്ല, ഈ ഭാഗത്ത് കാണുന്ന ഒരു ചെറിയ രാജ്യമാണ് ടോഗോ. നമുക്ക് ഇവിടെ കോട്ടി, ഐവറി, ഗാനയൊക്കെ വരുന്നുണ്ട്, സെനഗലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് വരുന്ന ചെറിയ രാജ്യമാണ് ടോഗോ. ടോഗോയിൽ നിന്നുള്ള പൊളിറ്റീഷ്യനായ ഗിൽബർട്ട് ഹോങ്കോയാണ് ILO-യുടെ ഇപ്പോഴത്തെ ഡയറക്ടർ. അവർക്ക് കുറെ പ്രധാനപ്പെട്ട കൺവെൻഷൻസ് ഉണ്ട്. അതിൽ ഇന്ത്യ സൈൻ ചെയ്ത കൺവെൻഷൻസ് പോസ്റ്റ് ലേബർ കൺവെൻഷൻ. പോസ്റ്റ് ലേബറിനെതിരാണ് ഇന്ത്യ. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 12 to 35 നമ്മൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഫോഴ്സ്ഡ് ലേബർ, ചൈൽഡ് ലേബർ ഒക്കെ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അബോളിഷൻ ഓഫ് ഫോഴ്സ് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഈക്വൽ റെമ്യൂണറേഷൻ, തുല്യ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം എന്നുള്ള കൺവെൻഷൻ അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള കൺവെൻഷനാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിമിനേഷൻ, എംപ്ലോയ്മെന്റ്, ഒക്യുപ്പേഷൻ, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആവാം, റിലീജിയസ് ആവാം, അതും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. മിനിമം ഏജ് കൺവെൻഷൻ, ഒരു മിനിമം വേതനം കൊടുക്കണമെന്നുള്ളതും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. വേഴ്സ് ഫോംസ് ഓഫ് ചൈൽഡ് ലേബർ കൺവെൻഷൻ, ഇതും നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, അതും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്യാത്ത പ്രധാനപ്പെട്ട 4 കൺവെൻഷൻസ് ആണ്. ഒന്ന്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ടു ഓർഗനൈസ്ഡ് കൺവെൻഷൻ. റൈറ്റ് ടു ഓർഗനൈസ്ഡ് വർക്കാണ്, ഓർഗനൈസ്ഡ് അസോസിയേഷൻ ആണ്. 2, റൈറ്റ് ടു ഓർഗനൈസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് കൺവെൻഷൻ. 3, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ. ഇത് ഒപ്പിടണമെന്നാണ് അവർ പറഞ്ഞത്, ഒക്യുപേഷണൽ സേഫ്റ്റി കൺവെൻഷൻ. 4, പ്രൊമോഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് കൺവെൻഷൻ. അപ്പൊ ഈ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ ഒപ്പിടാത്തതിൽ ഞാൻ കുറച്ച് ശ്രമിച്ചു നോക്കിയെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കിട്ടിയില്ല. ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഈ ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാലും ഈ ലേബർ യൂണിയൻ ഇപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ യൂണിയൻ ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇന്റർനാഷണൽ നേച്ചർ വരും. അതായത് ഇവർക്ക് ഇന്ത്യക്ക് പുറത്തേക്കുള്ള മെമ്പർഷിപ്പ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരും. 2, ചില ആൾക്കാർക്ക് നമ്മൾ ഇതിന്റെ ചില ലീഡേഴ്സിന് നമ്മൾ ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ സൈറ്റ് ചെയ്താണ് ഒപ്പിടാത്തത്. വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യണം. 23, വെരി ഇമ്പോർട്ടന്റ്, നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഡ്യൂറിംഗ് ദ വെർച്വൽ G20 ലീഡേഴ്സ് സബ്മിറ്റ്, ശ്രീ നരേന്ദ്രമോദി അനൗൺസ് ദ ലോഞ്ച് ഓഫ് 2 ഇന്ത്യ ലെഡ് ഇനിഷ്യേറ്റീവ്. അപ്പൊ G20യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ത്യ ആയിരുന്നു. പ്രസിഡൻസി ഇന്ത്യയുടെ കീഴിലാണ്. മുൻപ് ഇന്തോനേഷ്യ ആയിരുന്നു, അത് ബ്രസീലിലേക്ക് പോകും. 3 പേരും ചേർത്താണ് G20 ട്രോയിക്ക എന്ന് വിളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു.
ഇപ്പോ G20യുടെ ലീഡേഴ്സ് സബ്മിറ്റിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത 2 ഇനീഷ്യേറ്റീവ് ആണ്. ഒന്ന് ഗ്ലോബൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ റെപ്പോസിറ്ററി, അതായത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഗ്ലോബൽ റെപ്പോസിറ്ററി എന്താണ് നമുക്ക് കാണാം. 2 സോഷ്യൽ ഇമ്പാക്ട് ഫണ്ട്, അതും നമുക്ക് കാണാം. ഓക്കെ, ഓർത്തിരിക്കുക G20 ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർ, ഡിജിറ്റൽ എക്കണോമിയുടെ ചെയർ നമ്മുടെ യൂണിയൻ മിനിസ്ട്രിയാണ്. ഏത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, MEITI മിനിസ്ട്രിയാണ്. ഈ ഗ്ലോബൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, DPI refers to platforms such as digital identification, digital payment infrastructure, digital data exchange solution. വേറൊന്നുമല്ല, നമ്മുടെ ഡിജിറ്റൽ ID എന്താണ്? നമ്മുടെ ആധാർ. ഡിജിറ്റൽ പേയ്മെന്റ് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ഡിജിറ്റൽ സാധനങ്ങളുടെ ഒരു റെപ്പോസിറ്ററി, പ്രത്യേകിച്ച് അവരുടെ നല്ല നല്ല പ്രാക്ടീസസ്, അവരുടെ റിസോഴ്സ്, അവരുടെ എക്സ്പെർട്ടീസ് G20 രാജ്യങ്ങളിൽ ഉപയോഗിച്ച് ഈ ഗ്ലോബൽ സൗത്ത്, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ പറയുന്ന റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ബാസ്കറ്റ് ആയിട്ട് കണക്കാക്കാം, ഒരു കളക്ഷൻ ആയിട്ട് കണക്കാക്കാം. 54 ഇതുപോലെ പറയുന്ന ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് 16 രാജ്യങ്ങളിൽ നിന്നും. ഓക്കെ, അപ്പൊ G20 പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഈ 19 രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. ഇവിടെ തന്നെ 55 രാജ്യങ്ങളുണ്ട്. ഇവിടുത്തെ രാജ്യങ്ങളോടെ കൂട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഒരുപാട് നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവും. കാരണം അവർ ഡെവലപ്ഡ് ആണ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് വരും. സോഷ്യൽ ഇമ്പാക്ട് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് വേണമല്ലോ, മറ്റുള്ള സ്ഥലങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫണ്ട് വേണമല്ലോ. അതിന് G20 രാജ്യങ്ങൾ കൂടി ഫണ്ട് എടുത്ത് എല്ലാവരും കൂടെ പൂൾ ചെയ്ത് ഒരു എമൗണ്ട് കണ്ടെത്തുക എന്നാണ്. അത് ഇന്ത്യ പ്ലെഡ്ജ് ചെയ്ത് $25 മില്യൺ ആണ്. 1 മില്യൺ 10 ലക്ഷമാണ്. 1 മില്യൺ 10 ലക്ഷമാണ്. അപ്പൊ ഇന്ത്യ ഇപ്പൊ പ്രോമിസ് ചെയ്ത് $250 ലക്ഷം ആണ് കേട്ടോ. അപ്പൊ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചത് ഇവിടെ നോക്കിയാൽ അറിയാം. ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇന്ത്യ സ്റ്റാക്ക് എന്നാണ്. ഇതുകൂടെ ആധാർ പേ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ KYC പലരുടെയും ബാങ്കിൽ മുടങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ അടക്കം ബാങ്കിൽ ഒരു സമയത്ത് മുടങ്ങി കിടന്നിരുന്നു, ഈ നോ യുവർ കസ്റ്റമർ ഫില്ല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഭാരത് QR, ഏത് പേയ്മെന്റിനും ഒരു സിംഗിൾ QR കോഡ്. IMPS, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സൊല്യൂഷൻ ബാങ്കിൽ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, ഇതൊക്കെ ചേർന്നിരുന്ന ആ ഒരു കളക്റ്റീവ് സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്ത്യ സ്റ്റാക്ക്. ഇന്ത്യ സ്റ്റാക്ക് ഇസ് എ സെറ്റ് ഓഫ് എന്താണ്? APIs, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. CGL-ന് ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ ഒരു ചോദ്യം അവർ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, API സ്റ്റാൻഡ്സ് ഫോർ ABCD തരും, 1 2 3 4 തരും. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിന് അവർ പല പല വാക്കുകൾ മാറ്റി, Aയിൽ തുടങ്ങുന്ന ഒരു വാക്ക്, Pയിൽ തുടങ്ങുന്ന ഒരു വാക്ക്, അങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കളക്ഷനെയാണ് ഇന്ത്യ സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 24ാമത്തെ ടോപ്പിക് കുറച്ചു കാലം മുന്നേ ലോഞ്ച് ചെയ്ത് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കി കാണുന്ന, ട്വിറ്റർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് സ്പേസിന്റെ ഇതുവരെ കാണാത്ത ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കാണാൻ സാധിക്കും. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ടുക്ക് ആൻ ഇമേജ് ഓഫ് സാജിറ്റേറിയസ് A. ആരാണ് സാജിറ്റേറിയസ് A? നമ്മുടെ ഗാലക്സിക്ക്, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിൽ ഇരിക്കുന്ന ഒരു സൂപ്പർ മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോൾ ആണ് സാജിറ്റേറിയസ് A. അതിന്റെ ഒരു ഇമേജ് എടുത്തു എന്നാണ് പറയുന്നത് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ഈ അടുത്ത് ജസ്റ്റ് 2 വർഷങ്ങളായിട്ടില്ല ലോഞ്ച് ചെയ്തിട്ട്, 2 വർഷങ്ങളായിട്ടില്ല. നമ്മൾ പഠിച്ചല്ലോ ഗയാന, ഡച്ച് ഗയാന, ഫ്രഞ്ച് ഗയാന എന്ന് പഠിച്ചില്ലേ? ആ ഫ്രഞ്ച് ഗയാന ഫ്രാൻസിന്റെ കീഴിലുള്ള സ്ഥലമാണ്. യൂഷ്വലി ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലോഞ്ചുകളൊക്കെ നടക്കുന്ന അവിടെ നിന്നാണ്. ഇന്ത്യയുടെയും പല സ്പേസ് വെഞ്ചേഴ്സും ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് ലോഞ്ച് ചെയ്യാറുള്ളത്. ഓക്കെ, ഫ്രഞ്ച് ഗയാനയിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ Ariane 5 റോക്കറ്റ്, നമ്മൾ ജൂസ് മിഷൻ പഠിച്ചപ്പോൾ പഠിച്ചു, ലോഞ്ച് ചെയ്ത ഒരു ടെലിസ്കോപ്പ് ആണ് ഇത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. വെരി ഇമ്പോർട്ടന്റ്ലി, ഇറ്റ് ഈസ് ആൻ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ്. അത് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ് ടു സ്റ്റഡി. ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ടെലിസ്കോപ്പ്. ഏറ്റവും ക്ലിയർ കട്ട് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് എടുക്കാൻ നിലവിൽ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഏതാണ്? ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ആണ്. അപ്പൊ നിങ്ങൾ അതെടുത്ത ചില പിക്ചേഴ്സ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിന്റെ പ്രസന്റ് ലൊക്കേഷൻ ലഗ്രാഞ്ച് പോയിന്റ് 2 ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ആണ്. ഈ എർത്തിനും സണ്ണിനും ഇടയ്ക്ക് എന്നല്ല, ഫോർ ദാറ്റ് മാറ്റർ മറ്റ് പ്ലാനറ്റുകൾക്കും സൂര്യനൊക്കെ ഇടയ്ക്ക് കുറച്ച് സ്റ്റേബിൾ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ലഗ്രാഞ്ച് പോയിന്റ്സ്. അതിൽ L1, L2, L3, L4, L5 ഉണ്ട്. നമ്മൾ ആദിത്യ L1 മിഷൻ എന്ന് പറയും. ആദിത്യ L1 മിഷൻ.
ഇന്ത്യയുടെ സോളാർ മിഷൻ ആണ്. അത് ലഗ്രാഞ്ച് പോയിന്റ് 1ലേക്കാണ് പോകുന്നത്. അതുപോലെ ലഗ്രാഞ്ച് പോയിന്റ് 2ലേക്ക് പോയതാണ് ഏത്? നമ്മുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ഇതിനു മുന്നേ ഇതിനേക്കാളും കുറച്ചുകൂടെ പവർ കുറഞ്ഞ വേറെ ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടുള്ള ഈ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആണ്. ഇതിന്റെ ഒരു സക്സസർ ആണ് ആര്? ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. എന്താണ് സാജിറ്റേറിയസ്? നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ നടുക്കിയിരിക്കുന്ന ഒരു ബ്ലാക്ക് ഹോൾ ആണ് സാജിറ്റേറിയസ്. 1974 ഡിസ്കവർ ചെയ്ത ആൾക്കാരുടെ പേര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബ്രൂസ് ബാലിക് ആൻഡ് റോബർട്ട് എൽ ബ്രൗൺ. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ഡിസ്കവർ ചെയ്തത്. 25ാമത്തെ ഫൈനൽ ടോപ്പിക് ഓഫ് ദ ഡേ, സാങ്ഹായ് ഡിയർ. സാങ്ഹായ് ഡിയർ ഓർ ബ്രോ ആൻഡ്ലെ ഡിയർ ഹാസ് വിറ്റ്നസ്ഡ് a worrying decline in its population. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് മണിപ്പൂരിലെ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ആയിട്ടുള്ള ദ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ് ആണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു എൻഡമിക് ആൻഡ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ് സാങ്ഹായ് ഡിയർ. നിങ്ങൾ മണിപ്പൂരിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കാണാം. കാരണം ഇക്കണക്കിനാണ് ഇതിന്റെ പോപ്പുലേഷൻ പോകുന്നതെങ്കിൽ ഒരു 50 വർഷത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഈ ഡോഡോയൊക്കെ ഇല്ലാതായതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇത് പതുക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. സാങ്ഹായുടെ മറ്റൊരു പേരാണ് ഡാൻസിങ് ഡിയർ അല്ലെങ്കിൽ പ്രോ ആൻഡ്ലേർഡ് ഡിയർ എന്ന് പറയുന്നത്. ഒരു മീഡിയം സൈസ് ഡിയർ ആണ്. ഓൾറെഡി എൻഡേഞ്ചർ ആയിട്ടുള്ള ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും കാണുന്ന എൽസ് ഡിയറിന്റെ ഒരു സബ് സ്പീഷീസ് ആണിത്. ഇതിന്റെ ഒറിജിനൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് മണിപ്പൂരിലെ കേബിൾ ലംജാവോ നാഷണൽ പാർക്കാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്. അപ്പൊ മണിപ്പൂരിൽ മാത്രം കണ്ടുവരുന്ന ഒരു എൻഡേഞ്ചേർഡ് ആനിമൽ ആയതുകൊണ്ട് തന്നെ മണിപ്പൂരിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ് ആര്? സാങ്ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നീൽഗിരി താർ തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ്. സാങ്ഹായ് ആരുടെയാണ്? മണിപ്പൂരിന്റെയാണ്. ഇത് വളരെ ഷുവർ ആണ്. ഷെഡ്യൂൾ 1 ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആനിമൽ, അതൊക്കെയാണ് ഷെഡ്യൂൾ 1 വരുന്നത്. IUCN എൻഡേഞ്ചേർഡ് ആണ്. ഓക്കെ, ഇനി ചിലപ്പോൾ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡിലേക്ക് പോവാം. അങ്ങനെ പോവാതിരിക്കട്ടെ. അല്ലെങ്കിൽ വൈൽഡ് എക്സ്റ്റിങ്ക്ട് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് പോവാതിരിക്കട്ടെ. പതുക്കെ ഇത് കുറഞ്ഞ് വൾണറബിളിലേക്കോ അല്ലെങ്കിൽ നിയർ ത്രെട്ടൻഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരട്ടെ. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ഇൻ മണിപ്പൂർ ഇസ് ദ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. ഒഴുകുന്ന ലോകത്തെ ഒരേ ഒരു നാഷണൽ പാർക്ക് ആണത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ലോക്തക് ലേക്ക്. ലോക്തക് ലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലേക്ക്, റാംസർ സൈറ്റ് ഇൻ മണിപ്പൂർ. റാംസർ കൺവെൻഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1971 സൈൻ ചെയ്ത കൺവെൻഷനാണ് റാംസർ കൺവെൻഷൻ. ഇറാനിലെ റാംസർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സംഭവം സൈൻ ചെയ്തത്. അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, വെറ്റ്ലാൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ്. ഇന്ത്യയിലും കുറെ ഇങ്ങനത്തെ സൈറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക്തക് ലേക്ക്. ഈ ലോക്തക് ലേക്ക് നിലവിൽ മോൺട്രിയക്സ് റെക്കോർഡിനകത്ത് ഉണ്ട്. എന്താണ് മോൺട്രിയക്സ് റെക്കോർഡ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന റാംസർ കൺവെൻഷനിൽ പെട്ട സൈറ്റുകളിൽ ത്രെറ്റ് കൂടി വരുന്ന, ഡാമേജ് കൂടി വരുന്ന സൈറ്റുകളെ അവർ മോൺട്രിയക്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്ക്, അതുപോലെ ഒഡീഷയിൽ ഉണ്ടായിരുന്ന ചിലിക്ക ലേക്ക്, നമ്മുടെ ഈ ലോക്തക് ലേക്ക്, ഇതൊക്കെ മോൺട്രിയക്സ് റെക്കോർഡിനായിരുന്നു. പിന്നീട് ചിലിക്കയിലെ പ്രവർത്തനം മെച്ചപ്പെട്ടപ്പോൾ ചിലിക്കയെ ലിസ്റ്റിൽ നിന്നും എടുത്തു മാറ്റി. ഓക്കെ അതെ, അത് ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കിയോലാഡിയോ നാഷണൽ പാർക്ക് ഇൻ രാജസ്ഥാൻ, ലോക്തക് ലേക്ക് ഇൻ മണിപ്പൂർ. ഈ രണ്ടെണ്ണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ മോൺട്രിയക്സ് റെക്കോർഡിലുള്ളത്. ചിലിക്ക ലേക്കിന്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടപ്പോൾ എടുത്തു മാറ്റി. റാംസർ സൈറ്റ് എല്ലാം ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഓർത്തിരിക്കാം. കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റാംസർ സൈറ്റുകളാണ് ഇതൊക്കെ. ശാസ്താംകോട്ട ലേക്ക്, അഷ്ടമുടി ലേക്ക്, വേമ്പനാട് ലേക്ക്. ഒരുപാട് ഉണ്ട്. തെലങ്കാനയിൽ പോലുള്ള ഒരു സ്റ്റേറ്റിലില്ല. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇല്ലാത്ത 1-2 സ്റ്റേറ്റുകളുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലുള്ള 1-2 സ്റ്റേറ്റുകൾ, തെലങ്കാന, അങ്ങനെ 1-2 സ്റ്റേറ്റുകളുണ്ട്. അതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 25 ടോപ്പിക് കവർ ചെയ്തു. അടുത്ത ബുധനാഴ്ച നമ്മൾ അടുത്ത ആഴ്ച ടോപ്പിക് കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കവർ ചെയ്ത ടോപ്പിക്കുകളിൽ? പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും കുറവാണ്, നല്ല കുറവാണ്. ഏകദേശം പകുതിയായില്ലെങ്കിലും ഒരു 60% പേരെ കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും ഉള്ളൂ. അതിന്റെ കാരണം എക്സാം കലണ്ടർ നീട്ടി വെച്ചതാണോ കാരണം? ഇതിന്റെ മെറ്റീരിയൽ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇടുമോ? മെറ്റീരിയൽ PDF ആയിട്ട് ഓൾറെഡി ഷെയർ ചെയ്ത്. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലില്ലേ? ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് പിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്.
ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചാറ്റ് സെഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഇല്ലാത്ത മെമ്പേഴ്സിന് ജോയിൻ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മെമ്പേഴ്സിന്? ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, 2 ലിങ്കും അയച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ.